വിഹിതവഹിത്രമഗീതം കൃഷ്ണം രാധേ. ഹരേ കൃഷ്ണ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ, ദുർഗേ നാരായണ. ഇന്ന് ഞാൻ വിചാരിക്കുന്നു സൗന്ദര്യലഹരി, അതായത് ശ്രീ ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരിയിലെ ശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥവും കൂടി വായിക്കാം എന്ന് കരുതി. ദേവീ മഹാത്മ്യം കഴിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതാണ്, അപ്പോൾ ദേവിയുടെ സൗന്ദര്യലഹരിയും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുള്ള കാര്യം. അപ്പോൾ വളരെ അത്യുത്കൃഷ്ടമായിട്ടുള്ള, വളരെയധികം നമുക്ക് ഗുണഫലങ്ങളെ തരുന്ന അത്രയും മനോഹരമായിട്ടുള്ള ദേവിയെക്കുറിച്ചുള്ള ആ വർണ്ണനയാണ് സൗന്ദര്യലഹരി എന്ന് പറയുന്നത്. ഈ യുഗത്തിൽ ഈശ്വരനെ പ്രാപിക്കുവാനും സകല ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടാനുമുള്ള ഏക വഴി എന്ന് പറയുന്നത് ഭക്തിമാർഗമാണ്. മറ്റ് ഏത് മാർഗത്തെക്കാളും ശ്രേഷ്ഠമാണ് ഭക്തിമാർഗം. സ്തോത്ര പാരായണം കൊണ്ട് മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കുവാനും അതുവഴി അവരെ ഈശ്വരിലേക്ക് അടുപ്പിക്കുവാനും പറ്റിയ ഏക മാർഗമാണ് ഭക്തി. ശ്രീ ശങ്കരാചാര്യരുടെ സ്തോത്രങ്ങൾ ഓരോന്നും ദേഹാഭിമാനികളായ മനുഷ്യർക്ക് ജ്ഞാനയോഗം ലഭിക്കുന്നു. ജ്ഞാനമാർഗം ക്ലേശകരമായതിനാൽ ഭക്തിമാർഗമാണ് പരാശക്തിയെ അഭയം തേടുന്ന ഭക്തർക്ക് ഏറ്റവും അനുയോജ്യമെന്ന് ആചാര്യൻ വ്യക്തമാക്കുന്നു. ശ്രീമദ് ശങ്കരാചാര്യനാൽ രചിക്കപ്പെട്ട സൗന്ദര്യലഹരിയെ പറ്റി പ്രത്യേകം പറയേണ്ടതില്ല. ഭാരത മണ്ണിലെ ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ സ്ഥാനം നേടിയ ഒരു കൃതിയാണ് ശ്രീ സൗന്ദര്യലഹരി. ഈ കൃതിയുടെ നിർമ്മാണം സംസ്കൃത ഭാഷയിൽ രചിച്ചതിനാൽ സംസ്കൃത ജ്ഞാനം കുറവായ ഭക്തർക്ക് ഈ ഭാഷയുടെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കണമെന്ന് ഇല്ല. ദേവി ഉപാസന, മന്ത്രോദ്ധാരണം, ശ്രീ ചക്രോദ്ധാരം തുടങ്ങിയവയുടെ സങ്കലനമാണ് ഈ അമൂല്യമായ സ്തോത്രം. ഈ ശ്ലോകങ്ങളിലൂടെ ഓരോ വ്യക്തിക്കും ഉണ്ടായ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കാനുള്ള ഉപാസന ക്രമം, യന്ത്രം, അവയുടെ ഫലം എന്നിവ ചേർത്തിട്ടുള്ളതാണെന്ന് ഇതിന്റെ പ്രത്യേകത. ദേവിയുടെ സിദ്ധോപാസകനും ഭക്തനുമായ ശ്രീ സ്വാമി ശിവാനന്ദ സരസ്വതി ഈ മഹത്കൃതിയുടെ ഭാഷാവ്യാഖ്യാനം നടത്തിയിരിക്കുന്നത് സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് അദ്ദേഹം ഇതിനെ വ്യാഖ്യാനം നടത്തിയിരിക്കുന്നത്. നാനാജാതി മതസ്ഥർക്കും പ്രത്യേകിച്ച് ദേവീ ഭക്തർക്കും ജീവിത വിജയം നേടുന്നതിനും സകല ഐശ്വര്യം വർദ്ധിക്കുന്നതിനും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനുമുള്ള പോംവഴിയാണ് ഇത് ഈ മഹത് കൃതികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഇതിലൂടെ മാലോകർക്ക് ആകമാനം ഐശ്വര്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രന്ഥത്തിന്റെ രചനയ്ക്കായി പരിശ്രമിച്ച സ്വാമി ശിവാനന്ദ സരസ്വതിയോട് ഞങ്ങൾക്കുള്ള കടപ്പാടും നന്ദിയും വർണ്ണനാതീതമാണ്. ഞങ്ങളുടെ മറ്റ് ഗ്രന്ഥങ്ങൾക്ക് ലഭിച്ച സ്വീകരണം ഈ ഗ്രന്ഥത്തിനും മാന്യ അനുവാചകരിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ അമൂല്യ കൃതി നിങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുന്നു എന്ന് പ്രസാദകൻ. ഭൗതികത അനുദിനം എന്നല്ല, അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടേ പോകുന്ന അതിദുഷ്കരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മീയ പ്രകാശം നമ്മെ വിട്ടകന്നുകൊണ്ടേയിരിക്കുന്നു. ലൗകിക ജീവിതത്തിനായുള്ള അത്യാർത്തിയിൽ മനുഷ്യൻ പ്രാകൃത കാലത്തേക്ക് തിരിച്ചു പോകുന്നു. അതിനാൽ സൗന്ദര്യലഹരി പോലെയുള്ള ആത്മീയ ഗ്രന്ഥങ്ങൾക്ക് ഇക്കാലത്ത് ഏറ്റവും പ്രസക്തിയുണ്ട്. നിമിഷങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യൻ കൺമുന്നിൽ കാണുന്നത് മാത്രം സത്യമെന്ന് തെറ്റിദ്ധരിക്കുന്നു. സത്യത്തിൽ ആത്മീയത എന്നത് തികഞ്ഞ അച്ചടക്കം തന്നെയാണ്. അല്ലാത്തതിന്റെ പോരായ്മകളാണ് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ആത്മീയ ഗ്രന്ഥങ്ങളിൽ നിന്നും സൗന്ദര്യലഹരിയെ വ്യത്യസ്തമാക്കുന്നത് ഈ ഭൗതിക വിജയത്തിനായും ഉപയോഗിക്കാം എന്നത് തന്നെ. കൗബീനവന്ത ഖലുഭാഗ്യവന്ത എന്നൊരു ആദിശങ്കര പ്രാപ്തമുണ്ടല്ലോ. ഇക്കാര്യം, അതായത് നാണം മറയ്ക്കാൻ കോണകം മാത്രം സ്വന്തമായുള്ളവൻ ഭാഗ്യവാൻ എന്ന് ആദിശങ്കരൻ ഒരിക്കൽ ഒരു സുഹൃത്തിനോട് വിശദീകരിച്ചപ്പോൾ അത് ആദിശങ്കരന്റെ ഒരു കഥയാണ് കേട്ടോ. അപ്പൊ അതിലേക്ക് ഞാൻ പോണില്ല, കുറച്ച് വായിച്ചു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ മഹാത്രിപുര സുന്ദരിയേ നമഃ. അപ്പോൾ ദേവി ശ്രീ മഹാത്രിപുര സുന്ദരിയുടെ ഇതാണ് സൗന്ദര്യലഹരി എന്ന് പറയുന്നത്. ദേവിയുടെ ആ സൗന്ദര്യം, ദേവിയെക്കുറിച്ചുള്ള ആ സൗന്ദര്യ വർണ്ണനയാണ് ഇതിൽ ആകമാനം നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയുന്നത്. വളരെ മഹത്തായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് സൗന്ദര്യലഹരി എന്ന് പറയുന്നത്. സൗന്ദര്യലഹരി ഭക്തന്മാർക്ക് ഏറെ പ്രിയങ്കരമായ രചനകളിൽ ഒന്നാണ്.
ശ്രീ ശങ്കരാചാര്യനാൽ രചിക്കപ്പെട്ട അതിശക്തമായ അതിമൂല്യവത്തായ ഈ ഗ്രന്ഥം ഭാരതത്തിൽ ഏറെ പ്രചാരം സൃഷ്ടിച്ചതാണ്. ഈ രചന വായിക്കാൻ വലിയ ജ്ഞാനം ആവശ്യമില്ലെങ്കിലും ഇതിന്റെ ആന്തരികമായ അർത്ഥം മൂല്യം ഗ്രഹിക്കുന്നതിന് സാമാന്യ സംസ്കൃത ജ്ഞാനം മതിയാവുകയില്ല. എന്നാൽ ഈ ഗ്രന്ഥപാരായണം ഭക്തന്മാർക്ക് സത്ഫലങ്ങളെ ക്ഷണത്തിൽ പ്രദാനം ചെയ്യുന്നു. ദേവീ ഭക്തനായ ശ്രീ ശിവാനന്ദ സരസ്വതി ഇവിടെ ലളിതമായ ഭാഷാ വ്യാഖ്യാനത്തിലൂടെ സാധാരണ ഭക്തന്മാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഈ മഹത് ഗ്രന്ഥത്തെ വ്യാഖ്യാനം ചെയ്തിരിക്കുന്നു. സൗന്ദര്യലഹരിയിലുള്ള 100 ശ്ലോകങ്ങളും മന്ത്രാക്ഷര നിബിഡമാണ്. ഓരോ ശ്ലോകത്തിനും അതിന്റെ അടിസ്ഥാനമാക്കിയുള്ള ഓരോ യന്ത്രവുമുണ്ട്. ശ്ലോകങ്ങളുടെ ഉപാസനക്രമം, യന്ത്രം, ഫലം ഇവയും ഈ ഗ്രന്ഥത്തിൽ ചേർത്തിട്ടുണ്ട്. ഈ ഗ്രന്ഥത്തിന്റെ നിത്യപാരായണം വരാനിരിക്കുന്ന ദോഷങ്ങളെ അകറ്റി ആപത്തുകളുടെ കാഠിന്യം കുറയ്ക്കുന്നു. ഭക്തന്റെ ആഗ്രഹ സാഫല്യങ്ങൾക്കായി ഇതിലെ ശ്ലോകങ്ങൾ ജപിച്ച് യഥാവിധി പൂജ നടത്തി യന്ത്രങ്ങൾ ധരിച്ച് ജപം നടത്തിയാൽ ഫലം നിശ്ചയമാണ്. ഒരു തന്ത്രിയുടെ മേൽനോട്ടത്തിൽ ആകുന്നത് ഉത്തമം. ഈ ഗ്രന്ഥപാരായണത്തിലൂടെ ഗ്രഹത്തിൽ സകല ഐശ്വര്യങ്ങളും കടന്നു വരുന്നതിനോടൊപ്പം തന്നെ എല്ലാ ആപത്തുകളിൽ നിന്നും ദേവി മഹാമായയുടെ രക്ഷാകവചം ആ ഗ്രഹത്തിനുണ്ടാവും. ഒരു സാധാരണ കൃതിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ കൃതിയിലെ ഓരോ ശ്ലോകത്തിലും അദ്വൈതമായ സൗന്ദര്യ അനുഭൂതിയുടെ ഭാവമാണ് പ്രകടമാകുന്നത്. ദേവാദിദേവനായ പരമശിവന്റെയും അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡ നായികയായ പാർവതീ ദേവിയുടെയും വ്യത്യസ്തമായ ഭാവങ്ങളാൽ ആചാര്യൻ ഇവിടെ വ്യക്തമാക്കുന്നത്. ദേവിയുടെ സൗന്ദര്യത്തിന്റെ അനിർവാച്യമായ ലഹരിയെ അദ്വൈതമായ സത്യത്തിന്റെ സാരമായി ഇവിടെ അവതരിപ്പിക്കുന്നു. ഉമാമഹേശ്വരന്മാരിൽ ഉത്കൃഷ്ടമായ ജീവിത മൂല്യങ്ങളുടെ പ്രതിനിധികളായാണ് ശങ്കരാചാര്യരുടെ കൃതിയിൽ അവതരിപ്പിക്കുന്നത്. ഈ കൃതിയുടെ ആദ്യത്തെ 41 ശ്ലോകങ്ങളെ ആനന്ദ ലഹരിയായിട്ടാണ് കണക്കാക്കുന്നത്. ലഹരി എന്നത് നമ്മുടെ മനസ്സിനെ ഉണർത്തുന്ന ഒരുതരം ഉന്മാദാവസ്ഥയാണ്. ആയത് വിവരണാതീതമായ ഒരു തരം ആന്തരിക അനുഭൂതിയുമാകാം. ബാഹ്യ വിഷയം പ്രകടമാകുന്ന സൗന്ദര്യാനുഭൂതിയുമാകാം. ഇത്തരത്തിൽ മനുഷ്യന്റെ മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞു വരുന്ന സൗന്ദര്യാനുഭൂതിയെക്കുറിച്ച് ചിന്തിച്ചാൽ അത് വേദാന്തത്തിലെ ബ്രഹ്മാനന്ദത്തിന്റെ ഒരു വകഭേദം തന്നെയാണെന്ന് മനസ്സിലാക്കാം. ബ്രഹ്മാനന്ദം എന്നതിന്റെ 2 വ്യത്യസ്തമായ ഭാവമാണ് ആനന്ദം, സൗന്ദര്യം എന്നത്. ഇതിൽ ഒന്നാമത്തേതായ ആനന്ദം ബ്രഹ്മാനന്ദത്തെ ആത്മനിർവൃതിയോടെ അന്തർമുഖമായി അനുഭവിക്കുമ്പോൾ സാധ്യമാകുന്നു. രണ്ടാമത്തേതായ സൗന്ദര്യവും ബ്രഹ്മാനന്ദത്തെ തന്നെ വസ്തുതാപരമായി ബഹിർമുഖത്തോടെ അനുഭവിക്കുമ്പോൾ സാധ്യമാകുന്നു. അദ്വൈത വേദാന്തിയായ ശങ്കരാചാര്യർ അക്കാലത്ത് നിലനിന്നിരുന്ന പ്രവർത്തനങ്ങളൊക്കെ പൂർവപക്ഷമാക്കി ആധ്യാത്മികതയുടെ ഉദാത്തമായ മറ്റൊരു ഭാവം അവതരിപ്പിച്ചു. തനിക്ക് വെളിപ്പെടുത്താനാവുന്ന ജ്ഞാനരഹസ്യത്തെ നവീനമായ ഒരു ഭാഷാ ശൈലിയിലൂടെ അവതരിപ്പിക്കണമെന്ന് ആചാര്യൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായ 2 കൃതികളാണ് സൗന്ദര്യ ലഹരിയും ശിവാനന്ദ ലഹരിയും. 2 കൃതികളും രചിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ വഴികളിലൂടെയാണെങ്കിലും രണ്ടിന്റെയും അന്തസത്ത ഒന്ന് തന്നെയാണ്. അദ്വൈത രഹസ്യത്തിന്റെ അനിർവജ്യമായ അനുഭൂതിയെ സൗന്ദര്യാനുഭൂതിയായും അതിന് അനുയോജ്യമായ രൂപാത്മകമായ ഭാഷാ ശൈലിയിൽ അവതരിപ്പിക്കുകയാണ് സൗന്ദര്യ ലഹരിയിലൂടെ ശങ്കരാചാര്യർ ചെയ്യുന്നത്. അപ്പോ സൗന്ദര്യ ലഹരി രചിച്ചത് ആരാണ്? ശങ്കരാചാര്യരാണ്. അങ്ങനെയുള്ള ആ ശങ്കരാചാര്യരെ നമുക്ക് ആചാര്യനെ നമുക്ക് അത്രയും മനസ്സ് നിറഞ്ഞ ആ ഗുരുവിനെ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ കരുതുന്നുണ്ടാകും എന്തുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും വന്ന് ക്ലാസ് എടുക്കുന്നത്, എനിക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരാമല്ലോ, അല്ലെങ്കിൽ കുറച്ച് ദിവസം നിർത്തിയിട്ട് വരാമല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാനും അങ്ങനെ ചിന്തിക്കാതില്ല. നിങ്ങളെ ഞാൻ എന്നും ക്ലാസ്സിന് വിളിച്ചു വരുത്തിയിട്ട് ബുദ്ധിമുട്ടിക്കുന്നതല്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സാഹചര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് അല്ലേ. ഏത് നിമിഷം എന്തും നമുക്ക് മനുഷ്യരാശിക്ക് സംഭവിക്കാം എന്നുള്ളൊരു അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ ദിവസവും വന്നിട്ട് ക്ലാസ് എടുക്കാനായിട്ട് കഴിവതും ശ്രമിക്കുന്നത്. ഇനി ചിലപ്പോൾ ഞാൻ 2 ദിവസം എടുത്തിട്ട് പിന്നെ 2 ദിവസം എടുക്കാതിരിക്കും, അങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്ക് മറക്കിയിട്ട് വരാം. അപ്പോൾ അങ്ങനെ ഇത് എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് സൗന്ദര്യ ലഹരിയിലെ ആ ശിവശക്തിയെ നമുക്ക് മനസ്സാൽ സ്മരിച്ചുകൊണ്ട് ശങ്കരാചാര്യരെ നമുക്ക് ആ ഗുരുവിനെ മനസ്സാൽ സ്മരിച്ചുകൊണ്ട് നമ്മുടെ സൗന്ദര്യ ലഹരിയിലെ ശ്ലോകം ഒന്ന് വായിക്കാം. വായിച്ചിട്ട് ഞാൻ അതിൻ്റെ അർത്ഥം വായിച്ചു പോകും കേട്ടോ. ശിവശക്ത്യായുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും
ന ചേദേവം ദേവോ ന ഖലു കുലശഃ സ്വന്തിതുമപി അധസ്താദ്വാമാരാധ്യാം ഹരിഹരവിരിഞ്ചാതി വിരപി പ്രണന്തും സ്തോതും വാ കദമകൃത പുണ്യഃ പ്രഭവതി. അല്ലയോ പരാശക്തി രൂപിണി സ്വരൂപിണിയായ മഹാത്രിപുര സുന്ദരി, അഖിലാണ്ട കോടി ബ്രഹ്മനായകനും സർവമംഗളകാരനുമായ ശ്രീ പരമേശ്വരൻ പരാശക്തിയായ നിന്ദ്രിവടിയോട് ഒരുമിച്ച് ചേർന്നിരിക്കുന്നുവെങ്കിൽ മാത്രമേ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ശക്തനായി തീരുകയുള്ളൂ. അല്ലായിരുന്നുവെങ്കിൽ ഭഗവാനായ കൈലാസനാഥന് ഒന്ന് അനങ്ങുന്നതിന് പോലുമുള്ള കഴിവ് ലഭ്യമാകില്ലായിരുന്നു. അതാണ് ശിവനില്ലെങ്കിൽ ശക്തിയില്ല, ശക്തിയില്ലെങ്കിൽ ശിവനുമില്ല എന്ന ആപ്തവാക്യത്തിന്റെ അടിസ്ഥാനം. ഈ ലോകത്തിലെ ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും ആരാധിക്കുന്ന സ്മരിക്കുന്ന നിന്തിരുവടിയായ ദേവിയെ തന്നെയാണ്, അവിടത്തെ തന്നെയാണ്. ഇങ്ങനെയുള്ള പരമചൈതന്യമായ പരാശക്തിയെ സ്തോത്രം ചെയ്യുന്നതിനും പ്രണമിക്കുന്നതിനും ജന്മജന്മാന്തരങ്ങളിൽ പുണ്യം ചെയ്യാത്ത ഒരുവന് എങ്ങനെ സാധിക്കും? ഇതിനുള്ള കർമ്മപുണ്യങ്ങൾ ഒന്നും ഈ എളിയവൻ ജന്മജന്മാന്തരങ്ങളായി ആർജിച്ചിട്ടില്ല. അപ്പോൾ ദേവിയെക്കുറിച്ചാണല്ലേ പറയുന്നത്. ആ ദേവി ശക്തി ഉണ്ടെങ്കിലേ ശിവനുള്ളൂ, ശിവനുണ്ടെങ്കിലേ ശക്തിയുള്ളൂ. ആ ദേവി ഉണ്ടെങ്കിൽ മാത്രമേ ആ പരമേശ്വരന് പോലും ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ശക്തനായി തീരുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോ എല്ലാവരുടെ കൂടെ ആ ശക്തി ഉണ്ടാവണം. എല്ലാ ദേവന്മാരുടെ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ കൂടെ ആ ദേവിയുടെ ആ ശക്തി ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രപഞ്ചം മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് പോലും ആ ദേവിയെയാണ് പ്രാർത്ഥിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 2. തനീയാം സംപാംസും തവ ചരണ പങ്കേരുഹഭവം വിരിഞ്ചി സഞ്ചിനൻ വിരജയതി ലോകാന വികലം വഹതേനം ശൗരീഹ കദമപി സഹസ്രേണ ശിരസാം ഹരസംശുദ്യൈനം ഭജതേ ബാസിതോ ദൂളനവിധീം. നോക്കൂ, എത്ര മനോഹരമാണല്ലേ ശ്ലോകങ്ങള്. അല്ലയോ ദേവി, ബ്രഹ്മദേവൻ നിന്തിരുവടിയുടെ പാദപത്മങ്ങളിൽ നിന്നുണ്ടായ അതിസൂക്ഷ്മമായ പൊടിയെ സമ്പാദിച്ചിട്ട് അതുകൊണ്ട് 14 ലോകങ്ങളെയും ന്യൂനതകളൊന്നുമില്ലാതെ വളരെ വിശാലമായും പ്രളയകാലത്തോളം നശിക്കാത്തതുമായ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. മഹാവിഷ്ണുവിന്റെ പാദധൂളിയാൽ സൃഷ്ടിക്കപ്പെട്ട ഈ 14 ലോകങ്ങളെയും 1000 ശിരസുകളാൽ വളരെ പ്രയാസപ്പെട്ട് സംരക്ഷിക്കുന്ന സംഹാരമൂർത്തിയായ ശിവൻ പ്രപഞ്ചത്തെ പ്രളയകാലത്ത് സംരക്ഷിച്ച് നിശ്ലേഷം പൊടിയാക്കി ഭസ്മധാരണം നടത്തുന്നു. ഈ പരാശക്തിയുടെ പാദധൂളി മഹിമ കൊണ്ട് വിഷ്ണു ബ്രഹ്മാദി രുദ്രന്മാർ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തി വരുന്നു എന്ന് ചുരുക്കം. ശൗരി എന്നാൽ വിഷ്ണുവെന്നും ബലഭദ്രനെന്നും ആദിശേഷനെന്നും അർത്ഥമുണ്ട്. അപ്പോൾ ദേവിയുടെ ആ പാദധൂളി കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ പോലും നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിക്കുന്നത്, ഈ പ്രപഞ്ചത്തെ തന്നെ ആ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ആ ദേവിയുടെ പാദധൂളി കൊണ്ടാണെന്നാണ് പറയുന്നത് ഇവിടെ. അവിദ്യാനാമന്ദസ്തിമിരമിഹിരദ്വീപനഗരീ ജഡാനാം ചൈതന്യ സ്തബകമകരന്ദശ്രുതിസഞ്ജീ ദരിദ്രാണാം ചിന്താമണിഗുണനികാ ജന്മജലദൗ നിമഗ്നാം ദ്രംഷ്ട്രാ മുരരിപുവരാഹസ്യ ഭവതി. ഇത് ശ്ലോകം 3 ആണ്. അർത്ഥം:
അല്ലയോ ദേവി, നിന്തിരുവടിയുടെ പാദധൂളി അജ്ഞാനികളായവരുടെ അന്തരംഗത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്നതിനുള്ള സൂര്യോദയ സ്ഥാനമായും, ജഡത്വമുള്ളവർക്ക് ബുദ്ധിശക്തിയെ നൽകുന്ന കൽപ്പക വൃക്ഷ പൂങ്കുലയിൽ നിന്ന് വരുന്ന പൂന്തേനായും, ദരിദ്രന്മാർക്ക് ദാരിദ്ര്യത്തെ മാറ്റി അഭീഷ്ട സിദ്ധി ദാനം ചെയ്യുന്ന ചിന്താമണി രത്നമായും, ജനന മരണ രൂപമായ പ്രപഞ്ചത്തിൽ മുങ്ങിക്കിടക്കുന്നവർക്ക് അവരെ ഉയർത്തുവാൻ വിഷ്ണുവിന്റെ അവതാരമായ വരാഹത്തിന്റെ തേറ്റയായും ഭവിക്കുന്നു. പാദധൂളി മഹാത്മ്യത്തെ വർണ്ണിക്കുന്ന വളരെ പവിത്രമായ ഒരു ശ്ലോകമാണിത്. അപ്പോൾ ദേവിയുടെ ആ പാദധൂളി എന്ന് പറയുന്നത് എന്തിനാണ്? അജ്ഞാനികളായവർക്ക് അന്തരംഗത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അന്ധകാരത്തെ നശിപ്പിച്ച് അവിടെ സൂര്യോദയത്തെ കൊണ്ടുവരുന്നതാണ്. അതുപോലെ ജഡത്വമുള്ളവർക്ക് ബുദ്ധിയെ പ്രദാനം ചെയ്യുന്നതാണ്. കൽപ്പക വൃക്ഷ പൂങ്കുലയിൽ നിന്ന് വരുന്ന പൂന്തേനായും, ദരിദ്രന്മാർക്ക് തന്റെ ദാരിദ്ര്യത്തെ മാറ്റിയിട്ട് അഭീഷ്ടമായിട്ടുള്ള സിദ്ധികളെ ദാനം ചെയ്യുന്ന ചിന്താമണി രത്നമായിട്ടും, ജനന മരണ രൂപമായ പ്രപഞ്ചത്തിൽ മുങ്ങിക്കിടക്കുന്നവർക്ക്, ഈ ജനന മരണ ചക്രങ്ങളില് പെട്ട് ഉഴന്നു കിടക്കുന്നവർക്ക് അവരെ ഉയർത്താൻ വിഷ്ണുവിന്റെ അവതാരമായ വരാഹത്തിന്റെ തേറ്റയായിട്ടും ഭവിക്കുന്ന പാദധൂളിയാണ് ദേവിയുടെ പാദധൂളി എന്ന് പറയുന്നത്. അത്രയ്ക്കും ശ്രേഷ്ഠമാണ് ദേവിയുടെ ആ പാദത്തിലുള്ള ധൂളി, ആ പാദത്തിലുള്ള ഒരു പൊടി പോലും. ശ്ലോകം 4. ത്വദന്യഃ പാണിഭ്യാമഭയവരദോ ദൈവതഗണഃ ത്വമേകാ നൈവാസി പ്രകടിതവരാഭീത്യ വിനയാ ഭയത്രോതും ദാതും ഫലമപി ച വാക്ചാസമധികം ശരണ്യേ ലോകാനാം തവ ഹി ചരണാവേവ നിപുണൗ. അല്ലയോ 14 ലോകങ്ങൾക്കും അഭയം നൽകുന്ന ദേവി, അവിടുന്ന് ഒഴികെ മറ്റുള്ള ദൈവസമൂഹം മുഴുവൻ കൈകളാലാണ് അഭയത്തെയും വരത്തെയും നൽകി വരുന്നത്. നിന്തിരുവടി മാത്രം കരങ്ങളാൽ വരമുദ്രയും അഭയമുദ്രയും പ്രകടിപ്പിക്കുന്നില്ല. നിന്തിരുവടിയുടെ പാതാരവിന്ദങ്ങളാണ് ഭക്തന്മാരെ കാത്തരുളുന്നതിനും അവരുടെ ആഗ്രഹങ്ങൾ അനുഗ്രഹിച്ചരുളുന്നതിനും സമർത്ഥമായി ഭവിക്കുന്നത്. സകല അഭയ വരദാനങ്ങളും പരാശക്തിയായ അമ്മ തന്നെ പ്രകടിപ്പിക്കുന്നുവല്ലോ. നിന്തിരുവടിയുടെ പാദമഹിമാവാണ് ഇതിനാൽ പ്രകടമാകുന്നത്. മറ്റു ദേവതമാർ ആഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒരു ആഗ്രഹത്തെ വരദാനമായി നൽകുമ്പോൾ നിന്തിരുവടി ഭക്തരുടെ എല്ലാ അഭീഷ്ടങ്ങളെയും മോക്ഷാദികളെയും ഒന്നിച്ചു നൽകാൻ ശക്തിയുള്ളതാകുന്നു. അപ്പോ മറ്റുള്ള ദേവന്മാരൊക്കെ ഓരോ വരങ്ങളെ കൊടുക്കുമ്പോൾ ദേവി എന്താണ് ചെയ്യുന്നത്? സർവ്വവരങ്ങളെയും നമ്മൾ ദേവി ഭക്തർ എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്ന സർവ്വവരങ്ങളെയും ദേവി കൊടുക്കുകയാണ്. അതുപോലെ എന്താണ്, അവർക്ക് അവസാനം മോക്ഷത്തെയും ദേവി കൊടുക്കുന്നതാണ്. ശ്ലോകം 5. ഹാരിസ്ത്വാമാരാധ്യ പ്രണതജന സൗഭാഗ്യ ജനനീം പുരാ നാരീ ഭൂത്വാ പുരരിപുമപേക്ഷോപമനയത് സ്മരോഭി ത്വാം നത്വാ രതിനയനലേഹേന വപുഷാ മുനീനാമപ്യന്തഃ പ്രഭവതീഃ മോഹായ മഹതാം. അല്ലയോ ദേവി, ശ്രീ മഹാവിഷ്ണു ത്രികരണങ്ങളെ കൊണ്ടും നമസ്കരിക്കുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യത്തെയും നൽകി ത്രികരണങ്ങളാൽ നമസ്കരിക്കുന്ന ചക്രസ്വരൂപിണിയും വിദ്യാരൂപിണിയുമായ ദേവിയെ ഉപാസിച്ച് ത്വദൈക്യ ധ്യാന യോഗത്താൽ ത്വദ്രൂപനായി ഭവിച്ചിട്ട് മഹാജിതേന്ദ്രിയനായ ത്രിഭ്രാന്തകനോട് കൂടിയും മനോവികാരം ജനിപ്പിച്ചു. നിന്തിരുവടിയെ നമസ്കരിച്ച കാമദേവനും രതീദേവിയുടെ നേത്രങ്ങൾക്കും മാത്രം വിഷയമായിരിക്കുന്ന ശരീരത്താൽ മഹാമുനികളുടെ മനസ്സിൽ പോലും മോഹത്തെ ജനിപ്പിച്ച ഇങ്ങനെയുള്ള ദേവിയെ ഉപാസിക്കുന്നവർക്ക് സകല ഐശ്വര്യങ്ങൾക്ക് പുറമെ സകല ജനമോഹനവും ലഭ്യമാണ്. അപ്പോൾ ദേവി എന്ന് പറഞ്ഞാൽ എന്താണ്? അത്രയും മോഹനം.
അത്രയും മോഹിപ്പിക്കുന്ന സൗന്ദര്യമുള്ളതാണല്ലേ. ആ ദേവിയുടെ ആ മോഹന സൗന്ദര്യ രൂപത്തെക്കുറിച്ചാണ്, അതിനെക്കുറിച്ചാണ്, ആരെയും മോഹിപ്പിക്കാൻ കഴിവുള്ളവളാണ് ദേവി എന്നുള്ള ആ ഒരു അർത്ഥമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ദേവിയെ ഉപാസിക്കുകയാണെന്നുണ്ടെങ്കിൽ സകല ജനങ്ങളിലും ആ മോഹത്തെ ഉണ്ടാക്കാൻ, സകല ജനങ്ങളുടെയും മോഹനം നമുക്ക് ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 6. ധനുഹ പൗഷം മറുവി മധുകരമയീ പഞ്ചവിശികാവസന്തഃ സാമന്തോ മലയമരുദായോ ധനരഥഃ തഥാ വേഗഃ സർവം ഹിമഗിരിസുതേ കാമപി കൃപാമപാങ്കാത്തെ ലബ്ധ്വാ ജഗദിദമനംഗോ വിജയതേ ജഗദിദമനംഗോ വിജയതേ. കാമദേവന്റെ വില്ല് പുഷ്പങ്ങളാൽ രൂപം കൊണ്ടവയാണ്. ഞാണുകളോ തേനീച്ചകളാൽ രൂപം കൊണ്ടതും. പൂക്കൾ കൊണ്ടുള്ള 5 അമ്പുകൾ. സഹായിയായിട്ടുള്ളത് വസന്ത ഋതുവുമാണ്. അയാളുടെ യുദ്ധം ചെയ്യാനുള്ള തേര് മലയമാരുതനാണ്. ഇത്തരത്തിൽ ശരീരമില്ലാത്ത കാമദേവൻ ഈ ജഗത്തെ മുഴുവൻ ഒറ്റയ്ക്ക് വിജയിക്കുവാൻ കാരണം പരമചൈതന്യമായ അമ്മയുടെ അല്പം മാത്രമായ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോ ആ കാമദേവന് പോലും ഈ ജഗത്ത് മുഴുവൻ ഒറ്റയ്ക്ക് വിജയിക്കാനുള്ള കാരണം ആരാണ്? ആ ദേവി തന്നെയാണ്. അല്ലയോ ദേവി, അമ്മയുടെ കാരുണ്യ കടാക്ഷത്തിന്റെ വളരെ ചെറിയൊരു അംശം മാത്രമേ കാമദേവന് പോലും ലഭിച്ചിട്ടുള്ളൂ. എന്നിട്ടും നിസാരമെന്ന് തോന്നുന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള വില്ലും തേനീച്ചകൾ കൊണ്ടുള്ള ഞാണും പുഷ്പങ്ങൾ കൊണ്ടുള്ള 5 ബാണങ്ങളും കൊണ്ട് മലയമാരുതന്റെ തേരിൽ കയറി വസന്ത ഋതുവിനെ സഹായിയാക്കി ഈ പ്രപഞ്ചത്തിനെ ഒറ്റയ്ക്ക് നയിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അത് അവിടത്തെ കൃപാകടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ്. ജഗത് മാതാവിന്റെ കാരുണ്യം അല്പമാത്രം ലഭിച്ചാൽ പോലും ഈ ജഗത്തിനെ ഒരു തടസ്സവുമില്ലാതെ കീഴടക്കാൻ സാധിക്കുമെന്ന് സാരം. ഇവിടെ മറ്റൊന്നും തടസ്സമാകില്ല. അപ്പോ ദേവിയുടെ ഒരു ചെറിയൊരു അംശം മാത്രമേ, ചെറിയൊരു കടാക്ഷത്തിന്റെ ഒരു അംശം മാത്രമേ ആ കാമദേവന് പോലും ലഭിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ആ കാമദേവന് പോലും വിജയിക്കണമെങ്കിൽ അതിന് ശക്തി കൊടുക്കുന്നത് ആരാണ്? ദേവി തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 7. ക്വണ കാഞ്ചിദാമാ കരികളഭ കുംഭസ്തനനതാ പരീക്ഷീണാമധ്യേ പണിതാ പരിണത ശരചന്ദ്രവദനാ ധനുർബാണാൻ പാശം സൃണമഭിദാദാനാ കരതലൈഃ പുരസ്താദാം സ്ഥാംനഃ പുരമതിദുരാഹോ പുരുഷികാ പുരമതിദുരാഹോ പുരുഷികാ. ദേവിയുടെ രൂപത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് ഈ ശ്ലോകത്തിൽ. കിലുങ്ങുന്ന ശബ്ദം പൊഴിക്കുന്ന ഒഡ്യാണം അണിഞ്ഞവളും ആനക്കുട്ടിയുടെ മസ്തകം പോലുള്ള സ്തനങ്ങളുടെ ഭാരം കാരണം അല്പം കുനിഞ്ഞവളും അരക്കെട്ട് മെലിഞ്ഞവളും ശരത്കാലത്തെ ഉദിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെ പോലുള്ള മുഖമുള്ളവളുമാകുന്നു. കൈകളിൽ അമ്പുകൾ, വില്ല്, അങ്കുശം, ബാണങ്ങൾ എന്നിവ ധരിച്ചവളുമാകുന്നു. ശ്രീ പരമേശ്വരന്റെ ഏറ്റവും പ്രിയപ്പെട്ടവളും അഭിഭാജനവുമായ പരാശക്തിയായ ദേവി എൻ്റെ മുമ്പിൽ എന്നും ഭവിച്ചാലും. അപ്പോ ആ ശ്രീ പരമേശ്വരന്റെ ഏറ്റവും പ്രിയപ്പെട്ടവളും അഭിഭാജനവുമായ അർദ്ധാംഗിനിയുമായ പരാശക്തിയായ ദേവി എപ്പോഴും എൻ്റെ മുമ്പിൽ ഭവിച്ചാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സകല മനുഷ്യരുടെയും സൗന്ദര്യത്തിന്റെയും ദായകി എന്ന് പറയുന്നത് ദേവിയാണല്ലേ. ആ ദേവി എന്ന് പറയുന്നത് അതിസൗന്ദര്യവതിയാണ്. നമുക്ക് സൗന്ദര്യത്തെ വരെ പ്രദാനം ചെയ്യുന്ന ദേവിയാണ് എന്നാണ് പറയുന്നത്. ദേവിയാണ്. ശ്ലോകം 8. സുധാ സിന്ദോർമധ്യേ
സുരവിടപിവാടി പരിവൃതേ മണിദ്വീപേ നീപോഭവനവതി ചിന്താമണി ഗൃഹേ ശിവാകാരേ മഞ്ചേ പരമശിവ പര്യങ്കനിലയാം ഭജന്തി ത്വാം ധന്യാഃ കദിചന ചിദാനന്ദലഹരീം കദിചന ചിദാനന്ദലഹരീം. പരാശക്തിയായ ദേവിയുടെ ഗൃഹം, വാസസ്ഥലം, ഇരിപ്പിടം എന്നിവയെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അലയോ സർവലോകനാഥേ, അമ്മയുടെ വാസം സുധാസാഗര മധ്യത്തിലെ ദേവവൃക്ഷമായ കൽപ്പവൃക്ഷ തോപ്പുകളാൽ ചുറ്റപ്പെട്ട രത്നദ്വീപിലാണ്. അവിടെ ചിന്താമണി നിർമ്മിതമായ ഗൃഹമുണ്ട്. അവിടെയുള്ള ശിവാകാരമായ മഞ്ചത്തിൽ പരമശിവനാകുന്ന മെത്തയിലിരിക്കുന്ന ചിദാനന്ദ ലഹരിയായ അമ്മയെ ധന്യാത്മാക്കളായ ചിലർ ധ്യാനിക്കുന്നു. അപ്പൊ ദേവിയുടെ വാസസ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത്. ദേവിയുടെ വാസസ്ഥലം എവിടെയാണ്? അമ്മയുടെ വാസം സുധാസാഗര മധ്യത്തിലെ ദേവവൃക്ഷമായ കൽപ്പവൃക്ഷ തോപ്പുകളാൽ ചുറ്റപ്പെട്ട രത്നദ്വീപിലാണ്. അവിടെ ചിന്താമണി നിർമ്മിതമായ ഗൃഹമുണ്ട്. അവിടെയുള്ള ശിവാകാരമായ മഞ്ചത്തിൽ പരമശിവന്റെ കൂടെ മെത്തയിലിരിക്കുന്ന ചിദാനന്ദ ലഹരിയായ അമ്മയെ ധന്യാത്മാക്കളായ ചിലർ ധ്യാനിക്കുന്നു. അങ്ങനെയുള്ള ആ ദേവിയാണ് ധന്യാത്മാക്കളായിട്ടുള്ളവരെല്ലാവരും ധ്യാനിക്കുന്നത്. ശ്ലോകം 9. മഹിമൂലാധാരേ കമപി മണിപുരേ ഹുതവഹം സ്ഥിതം സ്വാദിഷ്ടാനേ ഹൃദി മരുതമാകാശമുപരി മനോവഭിഭ്രൂമധ്യേ സകലമപി ഭീത്വാ കുലപദം സഹസ്രാരേ പദ്മേ സഹരഹസി പത്യാ വിഹരസി സഹരഹസി പത്യാ വിഹരസി. അല്ലയോ അമ്മേ, മൂലാധാര ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമി മണിപൂരകത്തിലെ ജലതത്വത്തിനെയും സ്വാധിഷ്ഠാന ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിതത്വത്തെയും അനാഹത ചക്രത്തിലെ ഹൃദയത്തിലെ വായു തത്വത്തെയും അതിനും മുകളിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധി ചക്രത്തിലെ ആകാശ തത്വത്തെയും ഭൂമധ്യത്തിൽ ആജ്ഞാചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മനസ്സ് തത്വത്തെയും ഇങ്ങനെയുള്ള സുഷുമ്ന മാർഗത്തെ ആകെ മറികടന്ന് സഹസ്ര പത്മത്തിലെത്തി തന്റെ പതിയായ ശിവനോടൊത്ത് രഹസ്യമായി അവിടുന്ന് വിഹരിക്കുന്നു. കുണ്ടലിനി ശക്തി 6 ആധാരങ്ങളെയും 25 തത്വങ്ങളെയും മറികടന്ന് സഹസ്രാര പത്മത്തിലെത്തി തന്റെ പതിയായ കൈലാസനാഥനുമൊത്ത് ദേവി വിഹരിക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്നത്. അതായത് ഇവിടെയുള്ള ശിവചൈതന്യമായി കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന അമൃതധാരയിൽ സാധകന് പരമാനന്ദ അനുഭൂതി ലഭിക്കുന്നു. അപ്പോ യോഗയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നതാണ് അല്ലേ? അപ്പോ അങ്ങനെയുള്ള ആ യോഗയിലൂടെ നമുക്ക് ദേവിയുടെ പരമശിവന്റെയും ദേവിയുടെ സംഗമത്തിനെ അനുഭവിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അങ്ങനെ അനുഭവിച്ച് ആ അമൃതധാരയിൽ സാധകന് പരമാനന്ദമായിട്ടുള്ള അനുഭൂതി ലഭിക്കുന്നു. ശിവശക്തി സംഗമമാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 10. സുധാധാരാസാരൈഞ്ചരണ യുഗന്തളാന്തർ വിഗളിതൈഹ പ്രപഞ്ചം സിഞ്ചന്തി പുനരഭി രസാംനായ മഹസഹ അവാപ്യാസ്വാം ഭൂമിം ഭുജഗനിഭ മധുഷ്ടവലയം സ്വമാത്മാനം കൃത്വാ സ്വപിഷി കുലകുണ്ടേ കുഹരിണീ സ്വപിഷി കുലകുണ്ടേ കുഹിരിണീ കുലകുണ്ടേ കുഹരണീ. ശ്ലോകം വായിക്കുമ്പോഴേ
കുറച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് ടൂണ് മാറിപ്പോവാറുണ്ട്. ഞാൻ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ക്ഷമിക്കണം. സഹസ്രാര പത്മത്തിലിരിക്കുന്ന മഹാമായയായ അവിടുത്തെ തൃപ്പാദങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന അമൃതധാരാ പ്രഭാവം കൊണ്ട് സാധകന്റെ 7200 നാഡികളും ശരീരത്തെ ആകമാനം നനച്ച് വീണ്ടും തന്റെ വാസസ്ഥലമായ സുഷുമ്നാഭാഗത്തിലുള്ള മൂലാധാര ചക്രത്തിലെത്തി സർപ്പത്തെ എന്ന പോലെ 3.5 ചുറ്റോടുകൂടി കുണ്ടലിനിയായും ഉള്ളിൽ സൂക്ഷ്മദ്വാരമുള്ള താമര കിഴങ്ങുമാതിരി കാണുന്ന ആധാര കേന്ദ്രത്തിൽ നിന്ദ്രവടി നിദ്ര ചെയ്യുന്നു. അപ്പൊ ഇവിടെ പറയുന്നതും ആ യോഗയുടെ തന്നെ ഒരു തത്വമാണ്. സഹസ്രാര പത്മത്തിലിരിക്കുന്ന മഹാമായയായ ദേവി തൃപ്പാദങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന അമൃതധാരാ പ്രഭാവം കൊണ്ട് സാധകന്റെ 7200 നാഡികളെയും നനച്ചിട്ട്, അത് ശരീരത്തെ ആകമാനം നനച്ചിട്ട് വീണ്ടും തന്റെ വാസസ്ഥലമായ സുഷുമ്നാഭാഗത്തിലുള്ള മൂലാധാരത്തിലെത്തി സർപ്പത്തെ എന്ന പോലെ 3.5 ചുറ്റോടുകൂടി കുണ്ടലിനിയായും ഉള്ളിൽ സൂക്ഷ്മധാരമുള്ള താമര കിഴങ്ങുമാതിരി കാണുന്ന ആധാര കേന്ദ്രത്തിൽ നിന്ദ്രവടി നിദ്ര ചെയ്യുന്നു. അങ്ങനെ ദേവി നിദ്ര ചെയ്യുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ ആ യോഗയുടെ പ്രാധാന്യം, അല്ലെ, നമ്മളൊക്കെ യോഗ പഠിക്കണം, യോഗ അഭ്യസിക്കണം, യോഗ ചെയ്യണം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഈ പോകുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാവുന്നു, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. പിന്നെ ഭക്തിയിൽ ഉയരാൻ കഴിയണമെങ്കിൽ നമുക്ക് യോഗ ചെയ്യാം. ഭക്തി യോഗ എന്ന് പറഞ്ഞ് വേറൊരിതാണ്. അപ്പൊ അതുപോലെ തന്നെ പ്രാധാന്യമുള്ളൊരു യോഗയാണ് യോഗിക് പവർ. അതും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഭക്തി യോഗയിലേക്കും വരാൻ കഴിയുന്നതാണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 11. ചതുർവിഹ ശ്രീകണ്ഠൈഃ ശിവയുവതിഭിഃ പഞ്ചഭിരഭി പ്രവിനാഭിഃ ശംഭോർനവവിരഭി മൂലപ്രകൃതിഭിഃ ചതുഞ്ചത്വാരീം ഗശദ്വസുദള കലാശ്രത്രീ വലയത്രിരേഖാഭിഃ സാർദ്ധം തവ ശരണകോണഃ പരിണതാഃ. അല്ലയോ ആദിപരാശക്തിയായ ദേവി, ശിവാത്മകമായ 4 ചക്രങ്ങളും ഇവയിൽ നിന്ന് വ്യത്യസ്തമായി മഹാത്രിപുര സുന്ദരിയുടെ ആത്മചക്രങ്ങളും ചേർന്ന് പ്രകൃതിയുടെ മൂലകാരണമായ 9 ചക്രങ്ങളിൽ നിന്ദ്രവടിയുടെ അഭയസ്ഥാനമായ മന്ദിരവും കോണുകളും നടുതളങ്ങൾ 16 തളങ്ങൾ 3 രേഖകൾ 3 വൃത്തങ്ങൾ ചേർന്ന് അമ്മയുടെ ശരണ കോണങ്ങൾ 44 ഭവിച്ചിരിക്കുന്നു. ആവാസസ്ഥാനമായ ബിന്ദുവും ചേർന്ന് 44. ഇവിടെയാണ് നിന്ദ്രവടിയുടെ നിവാസ സ്ഥാനം. അവിടെ ആകെയുള്ള 9 ചക്രങ്ങളുടെ രേഖകൾ അന്യോന്യം ഖണ്ഡിക്കുമ്പോൾ 43 ത്രികോണങ്ങൾ ഉണ്ടാകും. ത്രികോണ സംഖ്യയുടെ കണക്കനുസരിച്ച് 43 ആണെങ്കിലും പ്രധാനമായ കേന്ദ്ര ത്രികോണത്തിന്റെ നടുക്കുള്ള ബിന്ദുവിനെ കൂടി ഒരു ത്രികോണമായി കണക്ക് കൂട്ടിയാണ് ഇവിടെ 44 എന്ന് പറയുന്നത്. ത്രിപുര സുന്ദരിയായ പരാശക്തിയുടെ വാസകേന്ദ്രമായ ശ്രീചക്രം, ത്രികോണം, ബിന്ദു, അഷ്ടകോണം, അന്തർദശാംബാഹൃദാശാരം, ചതുർദശാരം, 8 ദളങ്ങൾ, 16 ദളങ്ങൾ, വൃത്തത്രയങ്ങളും ചേർന്നതാകുന്നു ദേവിയുടെ 5 ചക്രങ്ങൾ. ത്രികോണം, അഷ്ടകോണം, അന്തർദശാരം, ബഹിർദശാരം, ചതുർദശാരം എന്നിവയാകുന്നു. ഭഗവാനായ ശ്രീ പരമേശ്വരന്റെ 4 ചക്രങ്ങൾ അഷ്ടദളം, ഷോഡശദളം, വൃത്തത്രയം, ദുപുരത്രയം എന്നിവയാകുന്നു. അപ്പൊ ദേവിയുടെ ആവാസസ്ഥലത്തെ കുറിച്ച് തന്നെയാണ് വീണ്ടും പറയുന്നത്. അത് ശ്രീചക്രത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. ശ്ലോകം 12. ത്വദീയം സൗന്ദര്യം തുഹി നഗരി കന്യേ തുലയിതും കവീന്ദ്രാഃ കൽപ്പന്തേ കഥമപി വിരിഞ്ചി പ്രഭൃതയഃ യദാ ലോകൗത്സുകാദ്യമരലലനാ യാന്തി മനസാ തപോഭിർ ദുഷ്പ്രോപാമപി ഗിരിശാ സായൂജ്യ പദവീം ദുഷ്പ്രാപാമപി ശിരിശ
गिरिशा सायुज्य पदवीं गिरिशा सायुज्य पदवीം. ദേവിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. അലയോ മഹാമായി, ത്രിമൂർത്തികളിൽ ഒരാളായ ബ്രഹ്മാവ് തുടങ്ങിയ കവിശ്രേഷ്ഠന്മാർക്ക് പോലും അവിടുത്തെ സൗന്ദര്യത്തെക്കുറിച്ച് വിവരിക്കുവാനോ ആയതിനെ ഉപമിക്കാൻ വേറൊരു വസ്തുവുമായി സങ്കല്പിക്കുവാനോ പോലും കഴിയുന്നില്ല. എല്ലാം തികഞ്ഞ സൗന്ദര്യത്തിന്റെ പര്യായ പദങ്ങളായ അപ്സര സ്ത്രീകൾക്ക് പോലും ഹിമഗിരി കന്യയായ ദേവിയുടെ സൗന്ദര്യം ഒരു നോക്ക് കണ്ട് സായുജ്യം അടയാൻ ആഗ്രഹിച്ചു. ഇതിനായി തപസ്സുകൊണ്ട് പോലും നേടാൻ സാധിക്കാത്ത ശിവസായുജ്യ പദവി, ഭഗവാനായ ശിവനുമായുള്ള താദാത്മ്യം അവർ മനസ്സുകൊണ്ട് ഭാവനയിൽ പ്രാപിക്കുന്നു. ഇവിടെ കൈലാസനാഥനുമായി താദാത്മ്യം പ്രാപിക്കേണ്ടി വരുന്നത് ശിവഭഗവാന് മാത്രമേ ദേവിയുടെ ശരിയായ സൗന്ദര്യം അറിയുവാൻ സാധിക്കുന്നതിനാൽ ആ ദേവിയുടെ സൗന്ദര്യത്തെ അറിയാൻ വേണ്ടിയാണ് ദേവസ്ത്രീകളായ അപ്സര സ്ത്രീകൾ ശിവനുമായി താദാത്മ്യം പ്രാപിക്കുവാനുള്ള ശ്രമം നടത്തുന്നത്. ശരിയായ ഉപാസനയിലൂടെ ശിവസായുജ്യം അടയാൻ കഠിനമായ ശ്രമം നടത്തുന്നവർക്ക് മാത്രമേ ദേവിയുടെ സൗന്ദര്യത്തിന്റെ യഥാർത്ഥ ഭാവം കാണുവാൻ സാധിക്കുകയുള്ളൂ എന്ന് സാരം. അപ്പോ ആ ദേവിയുടെ സൗന്ദര്യത്തിന്റെ സായുജ്യം അടയാൻ, ആ ദേവിയുടെ സൗന്ദര്യത്തെ കാണുവാൻ ആർക്ക് മാത്രമേ കഴിയുകയുള്ളൂ? ശരിയായ ഉപാസനയിലൂടെ ശിവസായുജ്യം അടയാൻ കഠിനമായ ശ്രമം നടത്തുന്നവർക്ക് മാത്രമേ ആ ദേവിയുടെ സൗന്ദര്യത്തിന്റെ യഥാർത്ഥ ഭാവം കാണുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ദേവലോകത്തിൽ തന്നെ അപ്സരസുകളാണ് അതിസുന്ദരിമാരെന്ന് പറയുന്നത്. അങ്ങനെയുള്ള അതിസുന്ദരികളായിട്ടുള്ള അപ്സരസുകൾക്ക് പോലും ആ ദേവിയുടെ സൗന്ദര്യത്തെ ദർശിക്കുവാനുള്ള ഭാഗ്യമില്ല. അവർക്ക് പോലും ദേവിയുടെ ആ സൗന്ദര്യത്തിൻ്റെയൊക്കെ ഒരു അല്പം അംശം മാത്രമേ ഉള്ളൂ. അതിനെക്കാട്ടിലും എത്രയോ വലുതാണ് ആ ദേവിയുടെ സൗന്ദര്യം എന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 13. നരം വർഷീയാംസം നയനവിരസം നർമ്മസുജഠം തവാപാംഗാലോകേ പതിതമനുദാവന്തി ശതശഃ ഗളദ്രോണീബന്ധഃ കുജകലശവേസ്ത്രസ്തസൈജയാ ഹഠാത്രുഡ്യത് കാഞ്ചോ വിഗളിതദുകുലാ യുവതയഃ വിഗളിതദുകുലാ യുവതയഃ. അല്ലയോ ദേവി, ജരാനരകൾ ബാധിച്ച് പടുവൃദ്ധനും സൗന്ദര്യമില്ലാത്തവനും കണ്ണുകളിൽ അസുഖം ബാധിച്ച അതിവിരൂപനും സുരതാവിക്രിയകളിൽ കഴിവും അറിവും ഇല്ലാത്തവനായാലും നിന്തിരുവടിയുടെ കടാക്ഷത്തിന് പാത്രമായ പുരുഷനെ പ്രാപിക്കാൻ അനേകം യൗവനയുക്തകളായ അതിസുന്ദരിമാരായ സ്ത്രീകൾ കെട്ടഴിഞ്ഞു വീണ തലമുടിയോടും കുടം പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും വഴുതി വീഴുന്ന മേൽവസ്ത്രത്തോടും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഓഢ്യാണത്തോടും അഴിഞ്ഞു വീണ വസ്ത്രത്തോടു കൂടിയുള്ളവരായും പിന്തുടരുന്നു. ഇവിടെ ശരിയായ ദേവി ഉപാസകന് ആത്മീയപരമായ അറിവും സുഖവും ജ്ഞാനവും മാത്രമല്ല ലഭിക്കുന്നത്, എല്ലാവിധ ലൗകിക സുഖങ്ങളും ലഭിക്കുമെന്ന് കീർത്തനത്തിൽ വ്യക്തമാകുന്നു. ദേവി ഉപാസകന് അമ്മയുടെ കാരുണ്യ കടാക്ഷം ലഭിച്ചാൽ ലൗകിക സുഖത്തിന്റെ ആധാരമായ ലൈംഗിക സുഖം ലഭിക്കുമെന്ന് പ്രാഥമിക അർത്ഥത്തിലല്ല ഈ ശ്ലോകം ഗ്രഹിക്കേണ്ടത്. ദേവി ഉപാസകന് ഒരിക്കലും സാധ്യമല്ല എന്ന് കരുതുന്ന പലതും അമ്മയുടെ കൃപാ കടാക്ഷത്താൽ ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് വളരെയധികം വിഷമിക്കുന്നവരുണ്ടല്ലേ, സ്ത്രീ സുഖം അറിയാതെ അല്ലെങ്കിൽ എന്താ പറയാ വയസ്സായിപ്പോയി അല്ല കുറച്ച് ഏജ് ആയിപ്പോയി വിവാഹം നടക്കുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നവർക്കൊക്കെയും ദേവിയെ ഈ സൗന്ദര്യ ലഹരിയിലൂടെ വായിച്ച് ദേവി ഉപാസിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതാണ് എന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. ശ്ലോകം 14. ഷേദൗ ഷഡ് പഞ്ചാശത് ദിസമധിക പഞ്ചാശതുകതേ ഉദാശേ ദോഷഷ്ടിഞ്ചതുരധികാ പഞ്ചാശതനിലേ ദിവീദിഹ ഷ്ടിസ്ത്രിം ശമന്നസി ചതുഷട്ടിരിദിയേ മയൂകാസ്തേഷാമപ്യൂപരി തവ
പദാംബുജയുഗം. അല്ലയോ പരമകാരുണ്യവതിയായ ദേവി, തത്വത്തോടു കൂടിയ മൂലാധാര ചക്രത്തിൽ 56ഉം ജലതത്വാത്മകമായ മണിപൂര ചക്രത്തിൽ 52ഉം അഗ്നിതത്വത്തോടു കൂടിയ സ്വാധിഷ്ഠാന ചക്രത്തിൽ 52ഉം വായു തത്വമായ അനാഹത ചക്രത്തിൽ 54ഉം ആകാശ തത്വത്തോടു കൂടിയ വിശുദ്ധ ചക്രത്തിൽ 72ഉം മനസ്തത്വത്തോടു കൂടിയ ആജ്ഞാചക്രത്തിൽ 64ഉം ഇങ്ങനെയായ ചില കിരണങ്ങൾ ഭവിക്കുന്നുവോ, ആ കിരണങ്ങൾക്കെല്ലാം മുകളിൽ സഹസ്രദള കമലത്തിലുള്ള അമൃതസാഗരത്തിന്റെ ബിന്ദുസ്ഥാനത്തിൽ നിന്തിരുവടിയുടെ 2 പാദപത്മങ്ങളും പരിലസിക്കുന്നു. ഷഡാനന രൂപമായ ശ്രീചക്രത്തെ ചന്ദ്രസൂര്യാഗ്നി രൂപമായി 3 ആക്കിയിരിക്കുന്നു. മൂലാധാര സ്വാധിഷ്ഠാനങ്ങളെ അഗ്നിഖണ്ഡമായും മണിപുരാണ ഹതങ്ങളെ സൂര്യഖണ്ഡമായും വിശുദ്ധ ജ്ഞാന ചക്രങ്ങളെ ചന്ദ്രഖണ്ഡമായും സ്വാധിഷ്ഠാന ചക്രത്തിന് മുകളിൽ അഗ്നിയുടെയും അനാഹത ചക്രത്തിന് മുകളിൽ സൂര്യന്റെയും ആജ്ഞാചക്രത്തിന് മുകളിൽ ചന്ദ്രന്റെയും സ്ഥാനങ്ങളാണ്. അപ്പോ ദേവിയുടെ ആ സ്ഥാനങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. സ്വാധിഷ്ഠാന ചക്രത്തിന് മുകളിൽ എന്താണ്? അഗ്നിയാണ്. അനാഹത ചക്രത്തിന് മുകളിൽ സൂര്യനാണ്. അതുപോലെ ആജ്ഞാചക്രത്തിന് മുകളില് ചന്ദ്രന്റെ സ്ഥാനങ്ങളാണ്. അപ്പൊ ദേവിയെ ഉപാസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ദേവി സകല വിധത്തിലുള്ള സൗന്ദര്യത്തെയും പ്രദാനം ചെയ്യുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മള് ഭജിക്കുമ്പോ, ശ്രീകൃഷ്ണനെ ഭജിക്കുമ്പോ ആ ശ്രീ വരുന്നത് എന്താണ്? രാധയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ ഏതൊരു ഭഗവാനായാൽ കൂടി ആ സൗന്ദര്യം കൊടുക്കുന്നത് ആ ദേവി തന്നെയാണ്. അപ്പൊ ആ ദേവിയെയും കൂടി ചേർത്ത് സ്മരിക്കുമ്പോഴാണ് അവർക്ക് ആ സൗന്ദര്യം കിട്ടുന്നത്. അതാണ് പറയുന്നത്, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ആ നാരായണന്റെ കൂടെ ദേവിയുടെ നാമം കൂടി ആ ലക്ഷ്മിയുടെ നാമം കൂടി നമ്മൾ ചേർത്ത് പറയുമ്പോഴാണ് ആ സൗന്ദര്യത്തിലുള്ള ആ ഭഗവാനെ നമുക്ക് ദർശിക്കാൻ കഴിയുന്ന ആ സൗന്ദര്യം. ആ ഭഗവാന് പോലും സൗന്ദര്യം കൊടുക്കുന്നത് ആ സ്ത്രീയാണ്, അതായത് ആ ലക്ഷ്മിയാണ്, ആ ദേവിയാണ്, ആ പാർവതീ ദേവിയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 15. ശരജോത്സ്നാശുഭ്രാം ശശിയുധജടാജുഡമകുടാം വരസ്ത്രാണ സത്രാണ സ്വടികകടികാ പുസ്തകകരാം സകൃന്നത്വാനത്വാ കദമിവ സദാം സന്നിദദതേ മധുക്ഷീരദ്രാക്ഷ മധുരി മധുരീണാഃ ഫണിതയഃ മധുരി മധുരീണാഃ ഫണിതയഃ. അല്ലയോ ദേവി, മഹാശക്തി സ്വരൂപിണി, നിന്തിരുവടിയെ വന്ദിക്കാത്തവൻ ഒരു തരത്തിലും കലാകാരനാവുകയില്ല. ഇത് സാരസ്വത്യ പ്രയോഗമാണ്. ഈ ശ്ലോകം ക്രിയാശക്തി ധ്യാനമാകുന്നു. ശരത്കാലത്തെ വെണ്ണിലാവിനൊത്ത വെളുത്ത നിറത്തോടു കൂടിയവളായി ചന്ദ്രകലയോട് ചേർന്ന ജഡാഭാരം കിരീടമായി ചൂടിയവളും വരദാനമുദ്ര അഭയദാന മുദ്രകളും സ്ഫടികത്താലും ജപമാലയാലും പുസ്തകവും ഇവയെ 4 കരങ്ങളാൽ ധരിച്ചിരിക്കുന്നവളായിരിക്കുന്ന നിന്തിരുവടിയെ വന്ദിക്കുന്നു. ഒരിക്കലെങ്കിലും അവിടത്തെ വന്ദിച്ച സത്തുക്കൾക്ക് തേൻ, പാൽ, മുന്തിരി ഇവയുടെ മധുരമായ വാഗ്ധോരണികൾ എങ്ങനെ നിന്തിരുവടിയുടെ സാന്നിധ്യത്തെ പ്രാപിക്കാതിരിക്കും? ഇപ്രകാരമുള്ള നിന്തിരുവടിയെ ഒരിക്കലെങ്കിലും സ്മരിക്കുന്നവൻ പോലും മഹാകവിയായി തീരുന്നു. അപ്പോ ദേവിയെ സ്മരിക്കാത്തവർക്ക് എങ്ങനെയാണ് സകല കലകളിലുമുള്ള നൈപുണ്യം ഉണ്ടാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആ ദേവിയെ ഒരു പ്രാവശ്യമെങ്കിലും സ്മരിക്കുന്നവർക്ക്, നമസ്കരിക്കുന്നവർക്ക് എന്തുണ്ടാവും എന്ന് പറയാ? ആ വ്യക്തി മഹാകവിയായി തീരുന്നതായിരിക്കും. ആ വ്യക്തി മഹാകവിയായി തീരുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ശങ്കരാചാര്യരും ഒരു മഹാകവിയായി തീർന്നില്ലേ? ശങ്കരാചാര്യരുടെ കഥ നിങ്ങൾക്കറിയില്ലേ? ശങ്കരാചാര്യർ ആ കാളീദേവിയെ, ആ ദേവിയെ, ആദിപരാശക്തിയെ ദർശിച്ചു. തൻ്റെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് ആ ദേവിയെ ദർശിക്കാനുള്ള ഭാഗ്യം ലഭിച്ച ആ മഹാകവിയായി വളർന്നു വന്ന അദ്ദേഹമാണ് ശങ്കരാചാര്യർ എന്ന് പറയുന്ന. അതുപോലെ ദേവിയെ ഭജിക്കുന്നവർക്ക് എന്താണ്? കവിയായി തീരാം എന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 16. കവീന്ദ്രാണാം ചേദഃ
കമലവന ബാലാതപരുചിം ഭജന്തെ യേ സന്തഃ കതിചിദരുണാമേവ ഭവതി വിരിഞ്ചി പ്രേയാസ്യസ്തരുണ തരശൃംഗാരലഹരി ഗഭീരാഫിർവാഫിർവിദദതി സദാം രഞ്ജനമമീ സദാം രഞ്ജനമമീ. വിദ്യാപ്രാപ്തിയെക്കുറിച്ച് വ്യക്തമാക്കുന്ന ശ്ലോകമാണിത്. അല്ലയോ ദേവി, കവിശ്രേഷ്ഠന്മാരുടെ മാനസമാകുന്ന താമരക്കൂട്ടത്തിന് ഉദയസൂര്യകാന്തിയായവളും അരുണ എന്ന പേരുള്ള ചുവപ്പ് നിറത്തോടു കൂടിയവളായി അറിയപ്പെടുന്ന നിന്തിരുവടിയെ ഭജിക്കുന്ന ചില മഹാന്മാർ, ആ ഭക്തന്മാർ സരസ്വതീ ദേവിയുടെ അത്യന്തം താരുണ്യത്തോടു കൂടിയ ശൃംഗാരത്തിന്റെ പ്രവാഹം പോലെ ഗംഭീരങ്ങളായ വാക്കുകളാൽ സജ്ജനങ്ങളുടെ മനസ്സിനെ രഞ്ജിപ്പിക്കുന്നു. പ്രഭാത സൂര്യകിരണങ്ങൾ എങ്ങനെയാണോ താമരക്കൂട്ടത്തെ വികസിപ്പിക്കുന്നത്, അപ്രകാരം ദേവിയായ മഹാമായ തന്റെ ഭക്തരായ കവിശ്രേഷ്ഠന്മാരുടെ മനസ്സിനെ വികസിപ്പിക്കുന്നു. നൂതന സൃഷ്ടികൾ, പുതിയ കവിതകൾ എഴുതാനുള്ള ബുദ്ധിവൈഭവം ദേവി നൽകുന്നു എന്ന് അർത്ഥം. ഹൃദയത്തിൽ മഹാമായയെ ധ്യാനിക്കുന്നവൻ പുരുഷരൂപത്തെ അവലംബിച്ച് സാക്ഷാൽ സരസ്വതീ ദേവി തന്നെയോ എന്ന് തോന്നും വണ്ണം മനോഹരമായ പദവാഗ്ധോരണികളാലും സഭയെ കീഴടക്കുന്നു എന്ന് സാരം. അതായത് സരസ്വതീ ദേവിയെ പോലെ അതിമധുരമായി സംസാരിക്കാനുള്ള കഴിവ് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നു ദേവി ഉപാസനയിലൂടെ എന്നാണ് പറയുന്നത്. ശ്ലോകം 17. സവിത്രീഭിർവാചാം ശശിമണിശിലാവങ്കരുചിഭിർവശിന്യാധ്യാഭിസ്ത്വാം സഹജനനീ സഞ്ജിന്ദയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിർവാചോഭിർവാഗ്ദേവി വദന കമലാ മോദമധുരൈഃ വദന കമലാ മോദമധുരൈഃ. അല്ലയോ പരാശക്തി, ചന്ദ്രകാന്തമണി പോലെ മനോഹരമായ ധവളവർണ്ണത്തോടു കൂടിയവളെ, വാക്കുകളെ സൃഷ്ടിക്കുന്ന വശിന്യാദി തുടങ്ങിയ വാഗ്ദേവതകളോടുകൂടെ നിന്തിരുവടിയെ ആരാണ് ധ്യാനിക്കുന്നത്, അവൻ മഹാകാവ്യങ്ങളുടെ കർത്താവായി തീരും. അവൻ സരസ്വതീ ദേവിയുടെ മുഖകമല പരിമളം കൊണ്ട് അതിമധുരം നിറഞ്ഞ വാക്കുകളാൽ സമ്പുഷ്ടമായ മേന്മയേറിയ മഹാകാവ്യ ഗ്രന്ഥങ്ങളുടെ കർത്താവായി മാറുമെന്ന് സുനിശ്ചയം. ഉപാസകന് സരസ്വതീ ദേവിയുടെ കൃപാകടാക്ഷം ആവോളം ലഭിക്കുമെന്നും പണ്ഡിതന്മാരായ മഹാകവികളായി മാറുമെന്നും അവർ മഹാകാര്യങ്ങൾ രചിക്കുമെന്നും സാരം. വശിന്യാദി ദേവികൾ എന്ന് സൂചിപ്പിക്കുന്നത് കാമേശ്വരി, വശിനി, വിമലമോദിനി, ജയതി, അരുണ, കവ്യാളി, നിസർവോപരി എന്നീ ദേവതകളാണ്. അതായത് ദേവിയെ ഭജിക്കുന്നതിലൂടെ ആ സരസ്വതീ ദേവിയുടെ കടാക്ഷം, ആ സരസ്വതീ കടാക്ഷം തന്നെ നമുക്ക് എല്ലാവർക്കും ലഭിക്കും എന്നാണ് പറയുന്നത്. ശ്ലോകം 18. തനുജായാഭിസ്തേ തരുണതരണി ശ്രീസരണിഭിർ ദിവം സർവാമുർവി മരുണിമനിമഗ്നാം സസ്മരതി യഃ ഭവന്ത്യസ്യ ത്രസ്വാദ്വനഹരിണ ശാലീനനയനഃ സർവോർവശ്യാः കദിന ഗീർവാണ ഗണികാः കദിന ഗീർവാണ ഗണികാः കദിന ഗീർവാണ ഗണികാः. സർവൈശ്വര്യ ദേവതയായ അമ്മയുടെ ശരീരകാന്തി മഹാത്മ്യമാണ് ഈ ശ്ലോകത്തിൽ. അല്ലയോ ദേവി,
പ്രഭാത സൂര്യകിരണങ്ങളുടെ ശോഭ പോലെയുള്ള നിന്തിരുവടിയുടെ ദേഹകാന്തി സമസ്ത ലോകവും ആകാശവും ചുവന്ന കാന്തിയുള്ള സമുദ്രത്തിൽ മുങ്ങിയതായി ഏതൊരുവൻ ചിന്തിക്കുന്നുവോ അവന് ഭീതി കൊണ്ടിരിക്കുന്ന നവമാനുകളുടെ അതിമനോഹരങ്ങളും ശാലീനവുമായ നയനങ്ങളുള്ള ഉർവശി തുടങ്ങിയ അസംഖ്യം ദേവസ്ത്രീകൾ വശ്യകളായി ഭവിക്കുന്നില്ല. എല്ലാ ദേവസ്ത്രീകളും വശ്യകളായി ഭവിക്കുന്നു എന്ന് സാരം. അമ്മയുടെ ശരീരകാന്തിയിൽ സമസ്ത ലോകവും ആകാശവും മുങ്ങിപ്പോയതായി ധ്യാനിക്കുന്നവന് സ്വർഗത്തിലുള്ള അതിമനോഹരികളായ രംഭയും ഉർവശിയും തിലോത്തമയും ഉൾപ്പെട്ട ദേവാംഗനകൾ പോലും വശ്യകളായി ഭവിക്കുന്നു. പിന്നെ സാധാരണ ഭൂലോകത്തെ മനുഷ്യരായ സ്ത്രീകളുടെ കാര്യം പറയണമോ? അപ്പോ ദേവിയെ ഈ സർവ്വലോകത്തിലും സർവ്വ ആകാശത്തിലും ആ ദേവിയാണ് എന്ന്, ആ ദേവിയുടെ സ്വരൂപത്തെ സങ്കല്പിക്കുകയാണെങ്കിൽ ദേവലോകത്തുള്ള എല്ലാ ദേവസ്ത്രീകളും തന്നെ അവർക്ക് ആകൃഷ്ടരായിട്ട് അവർക്ക് അനുയായിയായിട്ട് മാറുന്നതായിരിക്കും എന്നാണ്, അവർക്ക് വശ്യകളായി ഭവിക്കുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഈ ഭൂലോകത്തുള്ള സാധാരണ സ്ത്രീകളുടെ കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ശ്ലോകം 19. മുഖം ബിന്ദു കൃത്വാ കുജയുഗമദസ്തസ്യ തദനോ ഹരാർദ്രം ധ്യായേദ്യോ ഹരമഹിഷിതേ മന്മദകലാം സസദ്യഃ സംശോഭം നയതി വനിതാ ഇത്യതിലഘോ ത്രിലോകീമപ്യാശോ ഭ്രമയതി രവിന്ദുസ്തനയുഗാം. അല്ലയോ ശക്തി സ്വരൂപിണി, ശ്രീചക്രത്തിന്റെ ബിന്ദുസ്ഥാനത്തിൽ അവിടുത്തെ മുഖത്തെയും കേന്ദ്രത്തിൽ അതിനു താഴെ 2 സ്തനങ്ങളെയും അതിന്റെ അധോഭാഗത്തായി യോനിയെയും ധ്യാനിച്ച് ക്ലിം എന്ന കാമബീജത്തെയും ഏതൊരുവൻ ധ്യാനിക്കുന്നുവോ അവൻ ക്ഷണത്തിൽ സർവാംഗ സുന്ദരികളെ വശീകരിക്കുന്നവനോ മോഹിപ്പിക്കുന്നവനോ ആയിത്തീരുന്നു. ഇത്തരത്തിൽ ധ്യാനിക്കുന്നവന് സൂര്യചന്ദ്രന്മാരാകുന്ന 2 സ്തനങ്ങളോട് കൂടിയ ത്രിലോകി എന്ന സുന്ദരി തന്നെ വശ്യപ്പെടുന്നു. ഈ രീതിയിൽ ഇപ്രകാരം ധ്യാനിക്കുന്നവന് ധർമാർത്ഥ കാമ മോക്ഷങ്ങളും സിദ്ധിക്കുന്നു. അപ്പൊ നോക്കൂ, ചിലരുണ്ട് എന്താണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഞങ്ങൾക്ക് സ്ത്രീ ജനങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്ത്രീയെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രണയിനിയെ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഈ ശ്ലോകം പറഞ്ഞിട്ട് ക്ലീം എന്ന് ദേവിയെ, മനസ്സിലെ ദേവിയുടെ ആ രൂപം സങ്കല്പിച്ചിട്ട് ദേവിയുടെ എന്തൊക്കെയാണ് ശ്രീചക്രത്തിന്റെ ബിന്ദുസ്ഥാനത്തിൽ അവിടത്തെ ദേവിയുടെ മുഖത്തെയും അതിന് താഴെ 2 സ്തനങ്ങളെയും അതിന്റെ അധോഭാഗത്തായി യോനിയെയും ധ്യാനിച്ചിട്ട് ക്ലീം എന്ന് പറഞ്ഞ കാമബീജത്തെയും ഏതൊരുവൻ ധ്യാനിക്കുന്നുവോ അങ്ങനെ ദേവിയെ ധ്യാനിക്കുമ്പോൾ അവന് ക്ഷണത്തിൽ തന്നെ സർവാംഗ സുന്ദരികളെ വശീകരിക്കുവാനോ മോഹിപ്പിക്കുവാനോ വേണ്ടി കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ധ്യാനിക്കുന്നവന് സൂര്യചന്ദ്രന്മാരാകുന്ന 2 സ്തനങ്ങളോട് കൂടിയ ത്രിലോകി എന്ന സുന്ദരി തന്നെ വശ്യപ്പെടുന്നതായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത്രയും അത്രയും പവർഫുൾ ആണ് ആ ധ്യാനം എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ധ്യാനം എല്ലാവരും പഠിക്കണം എന്ന് പറയുന്ന കാര്യം അതാണ്. അതായത് ഇപ്പോ എല്ലാവർക്കും പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവല്ലേ, ചിലരുടെ വിവാഹം ഒന്നും നടക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട്, തെറ്റായ ഒരു ഇതിലൂടെ ആവരുത്, നല്ല കാര്യത്തിന് വേണ്ടി ഒരു കുട്ടിയെ സ്നേഹിച്ച് വിവാഹം കഴിക്കാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നല്ല കാര്യമായിട്ട് വേണ്ടിയിട്ട് ദേവിയെ ഇങ്ങനെ ധ്യാനിച്ച് ഈ ക്ലീം എന്ന് പറയുന്ന ബീജമന്ത്രം ജപിച്ച് ധ്യാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനി ഉപരിലോകത്ത് പോവുകയാണെങ്കിൽ അവിടെയും എന്താണ് ത്രിപുര സുന്ദരി ദേവി ആയിട്ടുള്ള സൂര്യനെയും ചന്ദ്രന്മാരെയും സ്ഥലങ്ങളാക്കിയ ത്രിലോകി എന്ന സുന്ദരി തന്നെ വശ്യപ്പെടുന്നതായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത്രയും മഹത്വമുള്ള ഒരു ഗ്രന്ഥമാണ് ഈ പറയുന്ന സൗന്ദര്യലഹരി എന്ന് പറയുന്നത്. ശ്ലോകം 20. കിരന്ദേമംഗേഭ്യഃ കിരണനികുരുംബാമൃതരസം ഹൃദി ത്വാമാദത്തെ ഹിമകര
ശിലാമൂർത്തിമിവയഃ സസർപ്പാണാം ദർപ്പം ശമയതി ശകുന്താധിപ ഇവ ജ്വരപ്ലുഷ്ടാൻ ദൃഷ്ട്യാ സുഗയതി സുധാധാരസിരയാ ദൃഷ്ട്യാ സുഗയതി സുധാധാരശ്രിയാ സുധാധാരസിരയാ. അലയോ സർവസുഖപ്രദായിനി, ദേവിയുടെ എല്ലാ അവയവങ്ങളിൽ നിന്നും വർഷിക്കുന്ന അമൃതരസമുള്ള പ്രകാരോധാരണി, കാന്തി സമൂഹത്തിൽ നിന്നും ദൂതനായ അമൃതരസത്തെ ചന്ദ്രകാന്ത മണിയാൽ ഉണ്ടാക്കപ്പെട്ട മൂർത്തിയായി നിന്തിരുവടിയെ ആരാണോ ധ്യാനിക്കുന്നത് അവന് പ്രത്യക്ഷ ഗരുഡനെ പോലെ ഹരത്തിനുള്ള ശക്തി ലഭിക്കും. അതായത് ഗരുഡനെ പോലെ സർവവിഷ ഹരത്തിനുള്ള ശക്തി ലഭിക്കും. മാത്രമല്ല ജ്വരപീഡിതരെ അമൃതം ചൊരിയുന്ന സിരയോട് കൂടിയ നോട്ടം മാത്രം കൊണ്ട് രോഗമുക്തി നൽകി സുഖിപ്പിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. ജ്വരം മാറ്റുന്നതോ വിഷമുക്തി നൽകുന്നതോ ആയി ബന്ധപ്പെട്ടവയാണ് ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നത്. അതായത് നമുക്ക് ഈ ശ്ലോകത്തെ ഭജിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അസുഖങ്ങളെ തന്നെ എന്തെങ്കിലും സർപ്പദംശനമായിട്ട് ഇതിനെ ഇല്ലാതാക്കാം, ആ വിഷത്തെ തന്നെ ഇല്ലാതാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു ഇതുകൊണ്ട് ജ്വരം അങ്ങനെ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളെ വരെ മാറ്റാൻ കഴിയുമെന്നാണ് പറയുന്നത്. അത്രയും പ്യുവറായിട്ടത് ധ്യാനിക്കുകയാണെന്നുണ്ടെങ്കിൽ. ശ്ലോകം 21. തടില്ലേ ഖാദന്യേ തപന ശശി വൈശ്വാനരമയേ നിഷണ്ണാം ഷണ്ണാമഭ്യുപരി കമലാനാം തവ കലാം മഹാപർമാടവ്യാം മൃദിതമലയമായേന മനസാ മഹാന്തഃ പശ്യന്തോ ദദതി പരിമാഹ്ലാദ ലഹരീം പരമാഹ്ലാദ ലഹരീം പരമാഹ്ലാദ ലഹരീം. നിത്യനിധി ശയാനന്ദത്തിൽ എത്തിച്ചേരുന്നതിനുള്ള ധ്യാന പ്രയോഗമാണ് ഈ ശ്ലോകത്തിന്റെ അന്തസത്ത. അല്ലയോ പരമ്പൊരുളായ ദേവി, മിന്നൽ കൊടി പോലെ സൂക്ഷ്മമായും തേജോമയ രൂപിണിയായി സൂര്യചന്ദ്രാഗ്നി രൂപത്തിൽ മൂലാധാരാദിശ ഷഡാധാര പത്മങ്ങളുടെയും മുകളിൽ സഹസ്രദള കമലത്തിൽ സ്ഥിതി ചെയ്യുന്ന അവിടത്തെ സാധാവ്യയായ ബൈന്ദവീ കലയെ ഇല്ലാതാക്കപ്പെട്ട കാമക്രോധാദികളോടും അജ്ഞാനത്തോടും കൂടിയ മനസ്സുകൊണ്ട് സാക്ഷാത്കരിക്കുന്നവരായ മഹാത്മാക്കൾ സർവശ്രേഷ്ഠമായ അളവില്ലാത്ത സുഖാനന്ദ പരമ്പരയെ അനുഭവിക്കുന്നു. ശിവശക്തി രൂപമായ 26-ാം തത്വത്തെയാണ് സാധാഖ്യ ബൈന്ദവീ കല എന്ന് പറയുന്നത്. ഷഡാധാരങ്ങളുടെയും ഗ്രന്ഥത്രയത്തിന്റെയും മുകൾ ഭാഗത്ത് മഹാദേവനോടുള്ള ത്രിപുരസുന്ദരിയുടെ വിഹരണാവസ്ഥയിൽ ഉണ്ടാകുന്ന ശിവശക്ത്യാത്മ സംഘടനം തന്നെ ബൈന്ദവീ കല എന്ന് പറയുന്നു. അപ്പോൾ ശിവശക്ത്യാത്മയ്ക്ക സംഘടനമായിട്ടുള്ള ബൈന്ദവീ കലയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ശ്ലോകം 22. ഭവാനി ത്വം ദാസേ മയി വിതര ദൃഷ്ടിം സകരുണാമിതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനി ത്വമിതി യാഹ തദൈവ ത്വം തസ്മൈ ദിശസി നിജ സായുജ്യ പദവീ മുകുന്ദ ബ്രഹ്മേന്ദ്രസ്ഫുട മകുട നീരാജിത പദാം മകുട നീരാജിത പദാം. ദേവിയുടെ ക്ഷിപ്രപ്രസാദ മഹിമയെയാണ് ഈ ശ്ലോകത്തിൽ കാണുന്നത്. അതായത് ദേവിയുടെ ക്ഷിപ്രപ്രസാദം, ദേവി ക്ഷിപ്രപ്രസാദയാണ്. അങ്ങനെയുള്ള ആ ദേവിയുടെ ക്ഷിപ്രപ്രസാദ മഹിമയാണ് ഈ ശ്ലോകത്തിൽ കാണുന്നത്. അല്ലയോ പരാശക്തി, നിന്തിരുവടിയുടെ ദാസനായ എന്നിൽ നിന്നുടെ കരുണാകടാക്ഷത്തെ ചൊരിഞ്ഞ എന്ന് പ്രാർത്ഥിക്കുന്നതിനായി അല്ലയോ ഭവാനി നിന്തിരുവടി എന്നുച്ചരിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിന്തിരുവടി ആ സാധകന് സായൂജ്യത്തെ പ്രദാനം ചെയ്യുന്നു. ആ സായൂജ്യ പദവി വിഷ്ണു ബ്രഹ്മേന്ദ്രന്മാരുടെ കിരീടങ്ങളാൽ
സ്ഫുടമാകും വണ്ണം നീരാജനം ചെയ്യപ്പെടുന്ന പാദങ്ങളോട് കൂടിയതാകുന്നു. അതായത് സദാ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ദേവന്മാരുടെ കിരീടങ്ങളിലുള്ള രത്നശോഭയാൽ ദീപാരാധനാ വേളയിൽ ഉപചരിക്കപ്പെട്ട പാദാരവിന്ദങ്ങളോട് കൂടിയത് എന്ന് സാരം. ശ്ലോകം 23. ത്വയാ ഹൃത്വാ വാമം വപുരപരിതൃപ്തേന മനസാ ശരീരാർദ്രം ശംഭോരപരമഭിഷംഗേ ഹൃദമഭൂത് യദേ തത്വദ്രൂപം സകലമരുണാവം ത്രിനയനാം കുജാവ്യമാനാമ്രം കുടിലശശി ചൂടാലമകുടം കുടിലശശി ചൂടാലമകുടം. അലയോ ശങ്കരി, നിന്തിരുവടി ശംഭുവിന്റെ ഇടത്തെ ഭാഗമായ അർദ്ധശരീരത്തെ അപഹരിച്ചിട്ടും അതുകൊണ്ട് തൃപ്തിപ്പെടാത്ത മനസ്സോടുകൂടി പിന്നെയും വലത്ത് ഭാഗമായ പകുതി ശരീരത്തോടും കൂടി അപഹരിച്ചുവോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എന്റെ ഹൃദയ കമലത്തിലിരിക്കുന്ന നിന്തിരുവടിയുടെ സ്വരൂപം പൂർണ്ണമായും ചുവന്ന വർണ്ണത്തോടു കൂടിയതായും 3 കണ്ണുകൾ ഉണ്ടായതായിട്ടും 2 സ്തനങ്ങളുടെ ഭാരത്താൽ അല്പം കുനിഞ്ഞിരിക്കുന്നതുമായും ചന്ദ്രക്കല ചൂടിയ കിരീടത്തോടു കൂടിയതായും കാണപ്പെടുന്നു. മുകളിൽ സൂചിപ്പിച്ച സവിശേഷതകൾ ദേവിയുടെ രൂപത്തിലാണ് കാണുന്നത്. അതിൽ താൻ അർദ്ധനാരീശ്വര സ്വരൂപത്തിൽ കാണുന്നത് കൊണ്ടാണ് ശിവന്റെ വലത്തേ പകുതിയും അമ്മ കൈയടക്കിയോ എന്ന് സംശയിക്കുന്നത്. ഈ സിദ്ധാന്തത്തിൽ ശക്തി തത്വത്തിൽ നിന്ന് അന്യമായി ശിവതത്വം എന്നൊന്നില്ല. പ്രസ്തുത ശിവതത്വം ശക്തി തത്വത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതിനാൽ ശക്തിതത്വം എന്ന ഉപാസ്യം എന്നാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് ശക്തി തത്വം എന്ന് പറയുന്ന ആ ഒരു തത്വം മാത്രമേ ഉള്ളൂ. ശിവതത്വം എന്ന് പറയുന്ന ഒരു തത്വം പ്രത്യേകിച്ചില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് ശിവനും ശക്തിയും തമ്മിൽ ഒരുമിച്ചിരിക്കുകയാണ് എന്നാണ്. ആ അർദ്ധനാരീശ്വര സങ്കല്പമാണ് ഇവിടെ പറയുന്നത്. അതായത് ദേവി തന്നെയാണോ, ആ ശിവന്റെ ഭാഗത്തും ദേവി തന്നെയാണോ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 24. ജഗൽസുതേ ദാദാ ഹരിരവതി രുദ്രക്ഷയപതേ തിരസ്കുർവനേ തൽസ്വമപി വപുരീശ സ്ഥിരയതേ സദാ പൂർവം ഹ സർവം തദിദമനുഗൃഹണാതി ച ശിവാസ്ത വാജ്ഞാമാലംബ്യ ക്ഷണചലിതയോർ ഭഗവാനായ കൈലാസനാഥന്റെ പ്രപഞ്ച നിയന്ത്രണത്തിൽ ശക്തിയുടെ സ്വാധീനം വ്യക്തമാക്കുന്നതാണ് ഈ ശ്ലോകം. അല്ലയോ ദേവി, ബ്രഹ്മാവ് ലോകത്തെ സൃഷ്ടിക്കുന്നു, വിഷ്ണു സംരക്ഷിക്കുന്നു, രുദ്രൻ അതിനെ സംഹരിക്കുന്നു. ഈശ്വരൻ ഈ ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരെ സകലതിനെയും തന്നിൽ ലയിപ്പിച്ചിട്ട് തന്റെ ശരീരത്തെയും മറയ്ക്കുന്നു. സ്വയം സദാശിവ തത്വത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. പരമശിവൻ ബ്രഹ്മവിഷ്ണു രുദ്രശ രൂപമായ 4 തത്വങ്ങളെ ദേവി ഒരു പ്രാവശ്യം ഇളക്കപ്പെട്ട പുരികക്കൊടികളുടെ ആജ്ഞയെ സ്വീകരിച്ച് അനുഗ്രഹിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ ശ്രീ പരമശിവൻ ദേവിയുടെ ഭൂചലനത്തെ മനസ്സിലാക്കി ബ്രഹ്മാവിഷ്ണു രുദ്രേശ്വരന്മാരെ സൃഷ്ടിക്കുന്നു. അതായത് ദേവിയുടെ ആ ഭൂചലനത്തെ മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നതെന്ന് പറയുന്നത്, ബ്രഹ്മാവിഷ്ണു രുദ്രേശ്വരന്മാരെ സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ദേവിയിൽ നിന്ന് തന്നെയാണ് ഈ ബ്രഹ്മാവിഷ്ണു രുദ്രേശ്വരന്മാര് ഉണ്ടായത് എന്നാണ് ഇവിടെ പറയുന്നത്. ആ ആദിപരാശക്തിയിൽ നിന്ന്, ആ ദേവിയിൽ നിന്ന് തന്നെയാണ് ഈ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാര് ഉണ്ടായത്, സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. സൃഷ്ടി സംഹാര നിരോധനാനുഗ്രഹങ്ങൾക്ക് ബ്രഹ്മ വിഷ്ണു രുദ്രേശ്വര അധികാരികളാകുന്നു. ഇപ്രകാരം നിന്തിരുപടിയുടെ ഭൂചലന മാത്രത്താൽ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാകുകയും സംഹരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉൽപ്പന്നങ്ങളായും വിപന്നങ്ങളായും ഭവിക്കുന്ന ബ്രഹ്മാണ്ടങ്ങൾക്കെല്ലാം കാരണഭൂതയായ ശ്രീ മഹാത്രിപുര സുന്ദരിയുടെ ഭൂചലന ശക്തി മാത്രമെന്നും തദധികാരികളായ ബ്രഹ്മാദികൾ ദേവ്യാജ്ഞാ പരതന്ത്രന്മാരാണെന്നും താല്പര്യം.
അതായത് ഈ ദേവി തന്നെയാണ് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്രഹ്മ വിഷ്ണു രുദ്രന്മാരെ സഹായിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 25. ത്രയാണാം ദേവാനാം ത്രിഗുണജനിതാനാം തവ ശിവേ ഭവേത് പൂജാ തവ ചരണയോര്യാ വിരചിതാ തഥാ ഹി തത് പാദോദ്വഹനമണിപീഡസ്യ നികുടേ സ്ഥിതാ യേതേ ശശ്വമുകുളിതകരോതം സമകുടാ മുകുളിതകരോതം സമകുടാ. പരാശക്തിയുടെ പാതാരവിന്ദ മഹാത്മ്യമാണ് ഈ ശ്ലോകത്തിൽ. അല്ലയോ അമ്മേ, മഹാമായയുടെ പാതാരവിന്ദങ്ങളിൽ അർപ്പിക്കുന്ന യാതൊരു പൂജയും നിന്ദ്രിവടിയുടെ സത്വരജസ് തമോ ഗുണങ്ങളിൽ നിന്ന് ജനിച്ച് ബ്രഹ്മവിഷ്ണു രുദ്രന്മാരായ ത്രിമൂർത്തികൾക്ക് കൂടിയുള്ള പൂജയായി ഭവിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ സ്ഥാനം നിന്ദ്രിവടിയുടെ പാദകമലങ്ങളെ വഹിക്കുന്ന രത്നപീഠത്തിന്റെ സമീപത്താണ്. ആയതിനാൽ നിന്ദ്രിവടിയുടെ ചരണാരവിന്ദങ്ങളിൽ അർപ്പിക്കുന്ന ഏതൊരു പൂജയും ബ്രഹ്മാദികൾക്കും പൂജയായി ഭവിക്കുന്നു. ത്രിമൂർത്തികൾക്ക് പ്രത്യേക പൂജ ആവശ്യമായി വരുന്നില്ല. അതായത് ആ ദേവിയെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ആ ദേവിയെ തന്നെ പൂജിക്കുമ്പോൾ ഈ പറയുന്ന 3 ദേവന്മാർക്കും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കും ആ പൂജയുടെ ബലം ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 26. വിരഞ്ജിഹ പഞ്ചത്വാ വ്രജതി ഹരിരാപ്നോതി വിരതി. വിരഞ്ജിഹ പഞ്ചത്വം വ്രജതി ഹരിരാപ്നോതി വിരതിം വിനാശം കിനാശോ ഭജതി ധനദോ യാതി നിധനം. വിതന്ത്രേ മഹേന്ദ്രേ വിതതിരപി സമ്മേളിതദൃശാ മഹാസംഹാരേസ്മിൻ വിഹരതി സദി ത്വത് പതിരസൗ വിഹരതി സദി ത്വത് പതിരസൗ. പാതിവൃത്യാ ശക്തിയെക്കുറിച്ച് വ്യക്തമാക്കുന്നതാണ് ഈ ശ്ലോകം. അല്ലയോ ശിവപത്നി, ബ്രഹ്മാവ് മരണത്തെ വരിക്കുന്നു. മഹാപ്രളയകാലത്ത് വിഷ്ണുവും അന്ത്യത്തെ വരിക്കുന്നു. അന്തകൻ വിനാശത്തെ പ്രാപിക്കുന്നു. കുബേരൻ ധനമില്ലാത്ത അവസ്ഥയെ പ്രാപിച്ച് നാശമടയുന്നു. 14 മനുക്കളുടെ സംഘവും കണ്ണു ചിമ്മി നിഷ്ക്രിയയിൽ ആകുന്നു. ഇങ്ങനെയുള്ള മഹാപ്രളയ കാലത്തിൽ അല്ലയോ ദേവി, നിന്ദ്രിവടിയുടെ പതിയായ സദാശിവൻ മാത്രം വിഹരിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മാദി സകല ദേവന്മാരും സംഹരിക്കപ്പെടുന്ന മഹാപ്രളയത്തിൽ നിന്ദ്രിവടിയുടെ പതിയായ ശിവൻ മാത്രം ശേഷിക്കുന്നു. അത് അവിടുത്തെ പാതിവൃത്യ ശക്തി തന്നെ. അപ്പോ ദേവിക്ക് മാത്രമേ, ആ ആദിപരാശക്തിയായ പാർവതീ ദേവിയുടെ ആ പാതിവൃത്യ ശക്തി കൊണ്ട് എല്ലാവരും നശിച്ചാൽ, എല്ലാവരും ആ മഹാപ്രളയത്തിൽ മുങ്ങിപ്പോയാലും പരമശിവൻ മാത്രം ഉണ്ടാവുന്നു, ശേഷിക്കുന്നു, വിഹരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് ദേവിയുടെ ആ പാതിവൃത്യ ശക്തി എന്ന് പറയുന്നത്. അത് ദേവി പാർവതിക്ക് മാത്രമേ ഉള്ളൂ ആ ശക്തി. ആ ദേവി പാർവതി ദേവിയുടെ ആ പാതിവൃത്യ ശക്തി കൊണ്ട് മറ്റെല്ലാ ദേവന്മാരും ആ മഹാപ്രളയത്തിൽ മുങ്ങിപ്പോയാലും പരമശിവൻ മാത്രം വിഹരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ശങ്കരാചാര്യർ. ശ്ലോകം 27. ജപോജൽപഹ ശില്പം സകലമപി മുദ്രാവിരചന ഗതിഹ പ്രാദേശിണ്യ ക്രമണമശനാദ്യാഹുതിവിതിഹ പ്രണാമഃ സംവേശഃ സുഗമഖിലമാർ ആർപ്പണദൃശാ സപര്യാസ്തവ ഭവതു യന്മേ വിലസിതം. സപര്യാസ്തവ ഭവതു യന്മേ വിലസിതം.
ദേവി ഉപാസകൻ ചെയ്യുന്ന യാതൊരു പ്രവൃത്തിയും അമ്മയോടുള്ള പൂജയായി മാറട്ടെ എന്നാണ് ഈ ശ്ലോകം വ്യക്തമാക്കുന്നത്. അല്ലയോ ശക്തി സ്വരൂപിണി, ഞാൻ ആത്മാർപ്പണ ബുദ്ധിയോടുകൂടി ഞാൻ ചെയ്യുന്ന ജൽപ്പനങ്ങൾ എല്ലാം മഹാമന്ത്ര ജപമായും എൻ്റെ കൈകൾ കൊണ്ട് ചെയ്യുന്ന ക്രിയകളെല്ലാം മുദ്രകരണമായും എൻ്റെ സഞ്ചാരം നിൻവടിക്ക് പ്രദക്ഷിണമായും ഞാൻ ചെയ്യുന്ന അന്നപാനാദി ക്രിയകൾ നിന്തിരുവടിയുടെ ആഹൂതിയായിട്ടും എൻ്റെ കിടപ്പ് നിന്തിരുവടിക്ക് നമസ്കാരമായിട്ടും തീരട്ടെ. ഇപ്രകാരം എൻ്റെ മുഴുവൻ സുഖവും സകല ചേഷ്ടകളും നിന്തിരുവടിക്ക് പൂജയായി ഭവിക്കട്ടെ. ശബ്ദസ്പർശ രൂപസ ഗന്ധാദി സുഖകര വസ്തുക്കൾ മേൽ പറഞ്ഞവയല്ലാതെയുള്ള അംഗചേഷ്ടകൾ, കണ്ണുകൾ അടയ്ക്കുക, തുറക്കുക, തുമ്മുക തുടങ്ങിയവയെല്ലാം നിന്തിരുവടിക്കുള്ള പൂജയായി ഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സകല പ്രവൃത്തികളും ആ ദേവിക്കുള്ള, ആ ദേവിയുടെ പൂജയായി ഭവിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ കിടക്കുന്നത്, കഴിക്കുന്നത്, ഉറങ്ങുന്നത്, നടക്കുന്നത്, സംസാരിക്കുന്നത്, അങ്ങനെയുള്ള സകല ചേഷ്ടകൾ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം തന്നെ ആ ദേവിക്കുള്ള പൂജയായിട്ട്, ആ പൂജയായിട്ട് ഭവിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ശ്ലോകം 28. സുധാമപ്യാസ്വാദ്യ പ്രതിഭചരാമൃത്യുഹരിണീം വിപന്ധ്യന്തേ വിശ്വേ വിദിശദമഖാദ്യാ ദിവിശദഃ കരാളം യക്ഷോളം കബളിതവദഃ കാലകലനാ ന ശംഭോസ്തമൂലം തവ ജനനീ താടങ്കമഹിമാ തവ ജനനീ താടങ്ക മഹിമാ തവ ജനനീ താടങ്ക മഹിമാ. അല്ലയോ ശങ്കരി, ബ്രഹ്മാവ്, ദേവേന്ദ്രൻ മുതലായ സകല ദേവന്മാരും ഭയങ്കരമായ ജരാമരണങ്ങളെ ഇല്ലാതാക്കുന്ന അമൃതത്തെ പാനം ചെയ്തിട്ടും പ്രളയകാലത്തെ വിപത്തിൽ നശിക്കുന്നു. ഭയങ്കരമായ കാളകൂട വിഷത്തെ വിഴുങ്ങിയ പരമശിവന് അവസാന കാലം ഉണ്ടായില്ല. അതിന്റെ കാരണം നിന്തിരുവഴിയുടെ കർണാഭരണങ്ങളുടെ മാഹാത്മ്യം തന്നെയാകുന്നു. മരണത്തെ ഇല്ലാതാക്കുന്ന അമൃതത്തെ ആസ്വദിച്ചിട്ടും ദേവന്മാരെല്ലാം പ്രളയകാലത്തിൽ മരിച്ചു പോയിരുന്നു. നിശ്ചയമായും മരണത്തിന് കാരണമാകുന്ന കാളകൂട വിഷം പാനം ചെയ്തിട്ടും നിന്തിരുവടിയുടെ കാന്തൻ മരണത്തെ പുൽകുന്നില്ല. അല്ലയോ ജഗൽ ജനനി, ഇതിന്റെ കാരണം നിന്തിരുവടിയുടെ കർണാഭരണ മാഹാത്മ്യം അല്ലാതെ മറ്റൊന്നല്ല. കാരണം ഭഗവാന് വിപത്തുണ്ടായാൽ നിന്തിരുവടിയുടെ കർണഭരണത്തിനു നാശമുണ്ടാകും. എപ്രകാരമെന്നാൽ ഭർത്താവ് നഷ്ടപ്പെട്ട നാരിയെ പോലെ കർണാഭരണത്തെ കർണത്തിൽ നിന്നും ഉപേക്ഷിക്കേണ്ടി വരും. നിന്തിരുവടിയുടെ കർണാഭരണത്തെ കാലത്തിന് തന്നെ സ്പർശിക്കുന്നതിനുള്ള സാമർഥ്യമില്ല. ശ്രീദേവിയുടെ താടാംഗങ്ങൾ സൂര്യചന്ദ്രന്മാരാകുന്നു. കാലം അവരുടെ അധീനത്തിലാണ്. മഹാപ്രളയത്തിൽ പ്രപഞ്ചവും സകല ദേവന്മാരും നശിക്കുമ്പോൾ മഹേശ്വരൻ മഹാത്രിപുര സുന്ദരിയും മാത്രം ശേഷിക്കുന്നു. ആ സമയത്തിൽ മഹേശ്വരൻ ആനന്ദ നടനം ചെയ്യുകയും മഹാദേവി അതിന് സാക്ഷിയായി ഇരിക്കുകയുമാണ്. അപ്പൊ ദേവിയുടെ ദേവിയുടെ ആ താടങ്കങ്ങൾ, അതായത് ദേവിയുടെ ആ കർണാഭരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പരമശിവന് മരണം സംഭവിക്കുകയില്ല. ആ പ്രളയകാലത്തില് ശിവഭഗവാന് മരണം സംഭവിക്കുകയില്ല. അതിനുശേഷം എന്ത് ചെയ്യും? ദേവി ത്രിപുര സുന്ദരിയും മഹേശ്വരനും എന്ത് ചെയ്യുന്നു? ആനന്ദ നടനം ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് മഹാപ്രളയം ഉണ്ടായാൽ പോലും ദേവിയുടെ ആ കർണാഭരണം ഉള്ളത് കൊണ്ട് മഹാരുദ്രനും അതുപോലെ ദേവിക്കും ഒരിക്കലും നാശം സംഭവിക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 29. കിരീടം വരിഞ്ചം പരിഹരപുരഃ കൈടവവിദഃ കഠോരേ ഘോടീരേ സ്കലസിജഹിജം പാരിമകുടം പ്രാണമേഷ്വാതേഷു പ്രസവമുപയാതസ്യ ഭവനം പവാസ്യാഹ്യുധാനേ തവ പരിജനോർ ഭക്തിർ വിജയതേ. അല്ലയോ ദേവി, അവിടുത്തെ ബ്രഹ്മാവ്, മഹാവിഷ്ണു, ഇന്ദ്രൻ തുടങ്ങിയവർ പ്രണമിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അമ്മയുടെ ഭവനത്തിൽ വന്ന കൈലാസനാഥനായ ശ്രീ പരമേശ്വരനെ കണ്ട് പരാശക്തി പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ അവിടെയുള്ള ദേവീ സേവകർ ഇങ്ങനെ പറയുന്നു:
ബ്രഹ്മാവിന്റെ കിരീടത്തിൽ തട്ടരുത്, മഹാവിഷ്ണുവിന്റെ കഠിനമായ കിരീടത്തിൽ പാദങ്ങൾ തട്ടി വീഴാൻ പോകുന്നു, ഇന്ദ്രന്റെ കിരീടത്തെ ഒഴിവാക്കണേ എന്നിങ്ങനെയുള്ള പദങ്ങൾ വാക്കുകൾ വിജയിക്കട്ടെ. ഈ പ്രപഞ്ചത്തിലെ അഖില ലോക നായികയായി ആദി പരാശക്തിയെ എപ്പോഴും സകല ദേവന്മാരും പ്രണയിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് സാരം. അതായത് ദേവിയെ, ആ ആദി പരാശക്തി ദേവിയെ സകല ദേവന്മാരും എപ്പോഴും പ്രണയിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ദുഷ്ടന്മാരെയും അത് വേറെ ഏതാണ്, ശ്ലോകം 30. സ്വദേഹോദ്ഭൂതാവിരണി മാദ്യാവിരവിതോ നിഷേവ്യേ നിത്യേ ത്വാമഹമിതി സദാ ഭാവയതി യഃ കിമാശ്ചര്യം തസ്യാ ത്രിനയന സമൃദ്ധിം ത്രിനയതോ മഹാസംവർത്താഗ്നിർ വിരചയതി നീരാജനവിധിം. അല്ലയോ മഹാശക്തി, നിന്തിരുവടിയുടെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ച് കിരണങ്ങളായ അണിമാതി തുടങ്ങിയ ഐഷ്ടൈശ്വര്യ സിദ്ധികളാൽ ചുറ്റപ്പെട്ട നിത്യയായ അവിടുത്തെ യാതൊരുവൻ ഭക്തി മൂലം ദേവിയും താനും ഒന്നാണ് എന്ന് എപ്പോഴും ഭാവന ചെയ്യുന്നുവോ അവന് ഐശ്വര്യത്തിൽ ഭഗവാനായ ശിവനെയും ത്രിമീകരിക്കുന്നു. പ്രളയ കാലാഗ്നി പോലും നിരാജനം ചെയ്യുന്നു എന്നതിൽ എന്താണ് ആശ്ചര്യം? മുകളിൽ സൂചിപ്പിച്ച മാർഗങ്ങളിൽ ചിന്തിക്കുന്നവൻ മഹാമായയുമായി താതാത്മ്യം പ്രാപിക്കുന്നുവെന്നും ഈ മുഴുവൻ പ്രപഞ്ചത്തെയും ഭസ്മീകരിക്കുവാൻ ശേഷിയുള്ള പ്രളയ കാലാഗ്നി പോലും ഭക്തന് ദീപാരാധന കർമ്മം അനുഷ്ഠിക്കുന്നത് പോലെയുള്ളത് നിലവരുമെന്നും സാരം. അതായത് ദേവിയെ ഭജിക്കുന്നവർക്ക് ഒരിക്കലും പ്രളയത്തിലെ നാശമുണ്ടാവുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ദേവി എന്താണ്, പ്രളയാഗ്നി കാലം പോലും നീരാജനം ചെയ്യുന്നു. ദേവിയെ ഭജിക്കുന്നവർക്ക് പ്രളയത്താൽ സംഭവിക്കുന്ന യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല എന്നാണ്. ഈ ലോകം തന്നെ അവസാനിച്ചു കഴിഞ്ഞാലും അവർക്ക് യാതൊന്നും സംഭവിക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദേവിയോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ എന്തെങ്കിലും പ്രളയങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും മറ്റുള്ള എല്ലാവർക്കും തന്നെ യാതൊരു വിധത്തിലുള്ള ദുരിതങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ആ ദേവിയോട് പ്രാർത്ഥിക്കാം. സർവം ശ്രീ മഹാത്രിപുര സുന്ദര്യാർപ്പണമസ്തു. സർവം ശ്രീദേവ്യാർപ്പണമസ്തു. അപ്പോൾ ഇന്ന് ഇത്രയും ഈ ഒരു 30 ശ്ലോകമാണ് ഇന്നത്തെ സൗന്ദര്യ ലഹരിയിൽ ഞാൻ വായിച്ചത്. അതായത് നമ്മൾ ഇതൊക്കെ ഒരുപാട് ഇത് പണ്ട് കാലങ്ങളിൽ മുതലേ നമുക്ക് എല്ലാവർക്കും ഉള്ള പുസ്തകമാണ് സൗന്ദര്യ ലഹരിയൊക്കെ അല്ലേ. അപ്പൊ ഇതൊക്കെ വായിക്കാന്നുള്ളതാണ്, ഇതൊക്കെ നമ്മുടെ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത് ആരുണ്ട്, എത്ര പേരുണ്ട് ഇതൊക്കെ വായിക്കുന്നത്? എത്ര പേരുണ്ട് ഇപ്പോ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്? അല്ലേ, ആരും തന്നെ ഇല്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ വായിക്കണം എന്നുള്ളതാണ്. നമുക്ക് ആ ദേവിയെ കുറിച്ച് അറിയാൻ, ദേവീ ഭക്തരാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ആ ദേവീ ഭക്തരാണെന്നുണ്ടെങ്കിൽ ആ ദേവിയുടെ ആ ഭക്തിയിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മൾ വായിച്ചിരിക്കണം, പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അത് നമുക്ക് വേണ്ടിയിട്ടാവാം, അതുപോലെ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാകാം, മനസ്സിൽ നന്മയുള്ളവർക്ക് വേണ്ടിയിട്ടാകാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ഇതൊക്കെ പാരായണം ചെയ്ത് പറഞ്ഞു കൊടുക്കുകയും പാരായണം ചെയ്യുകയൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്തിരുന്നൊരു കാലം പണ്ടുണ്ടായിരുന്നു. അന്ന് ഈ ഫോണൊന്നും ഇല്ലായിരുന്നല്ലോ. അന്നൊക്കെ ഒരു മരച്ചുവട്ടിലിരുന്നാണ് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ദേവിയുടെ ആ സൗന്ദര്യം അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സൗന്ദര്യ ലഹരി വായിക്കുക, സൗന്ദര്യ ലഹരി ഗൃഹസ്ഥമാക്കുക. അതുപോലെ ഇതിലെ ശ്ലോകങ്ങളൊക്കെ ധ്യാനിച്ച് ദേവിയെ ധ്യാനിക്കുക. അതിലൂടെ നമുക്ക് സൗന്ദര്യവും കൈവരും. അതുപോലെ തന്നെ നമുക്ക് സൗന്ദര്യമുള്ള പാർട്ട്ണറെ അല്ലെങ്കിൽ സൗന്ദര്യമുള്ള സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെയൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത്രയും ശക്തിയുള്ള ഒരു ഇതാണ് സൗന്ദര്യ ലഹരി എന്ന് പറയുന്നത്. ഇത് നമ്മൾ തെറ്റായ രീതിയിൽ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് നല്ല നമ്മുടെ കൂടെ നല്ല ഒരു നമ്മുടെ മനസ്സിന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പാർട്ട്ണറെ കിട്ടാൻ വേണ്ടിയിട്ട്, പങ്കാളിയെ കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് ഇത്
പ്രാർത്ഥിക്കാം. അപ്പം ഈ ജന്മത്തിൽ ഇനിയിപ്പോൾ സൗന്ദര്യം ഇല്ലാത്തവരായിക്കോട്ടെ, അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് ഒരു ജന്മം ഉണ്ടെങ്കിൽ സൗന്ദര്യം വേണമെന്നുണ്ടെങ്കിൽ സൗന്ദര്യലഹരി തീർച്ചയായിട്ടും വായിക്കാം, പഠിക്കാം, അത് വാങ്ങി പഠിക്കാം. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ഇത് വായിക്കുന്നതിലൂടെ നിങ്ങളുടെ പരിസരത്തുള്ളവർക്കും കൂടിയാണ് അതിൻ്റെ നന്മ ഉണ്ടാവുന്നത്. സൗന്ദര്യലഹരി എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങളുടെ പരിസരത്തുള്ളവർക്കാണ് അതിൻ്റെ ഗുണം ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് എത്രയോ പേര് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് ഇത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലതാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം അത്രയും ഐശ്വര്യം തരുന്ന ഒരു ഇതാണ് ദേവിയുടെ സൗന്ദര്യലഹരി എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഗ്രന്ഥങ്ങളും ഇങ്ങനെയൊക്കെയുള്ള സംസ്കാരങ്ങളും ഒക്കെ ഒരുപാട് നമ്മുടെ ഹിന്ദു സംസ്കാരത്തിലുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ ഇപ്പോഴുള്ള മനുഷ്യർ അറിയുന്നില്ല എന്നുള്ളതാണ്. അവർ വെറുതെ ഇങ്ങനെ ജീവിക്കുന്നു, മരിക്കുന്നു, തിന്നുന്നു, കുടിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. അല്ലാതെ അവർ പണത്തിന്റെ പുറകെ ഓടുന്നു. അവർ കുറെ എന്താ പറയുക, കെട്ടിപ്പടുക്കാൻ, ഓരോ സംഭവങ്ങൾ കെട്ടിപ്പടുക്കാൻ മെനക്കെടുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അവര് ഇതിനെക്കുറിച്ചൊന്നും, ഇങ്ങനെയുള്ള ഭക്തി കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെ കുറിച്ച്, ഇങ്ങനെയുള്ള പഠനങ്ങളെ കുറിച്ച് ഒന്നും തന്നെ അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക, നമ്മുടെ വരുന്ന തലമുറയ്ക്കും കൂടി ഇത് പറഞ്ഞു കൊടുത്ത് അവരെ നേർവഴിക്ക് കൊണ്ടുവരാം. അപ്പോഴാണ് നമുക്ക് ആ സംസ്കാരം, നമ്മുടെ ആ ഒരു ഇതുണ്ടാവുന്നെന്ന് പറയുന്നത്. മറ്റെന്തോ ആയിക്കോട്ടെ, ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും നന്നായാൽ മതി. ഒരാളെങ്കിലും ഇത് വായിച്ചു പറഞ്ഞാൽ ബാക്കിയുള്ളവരും ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വന്നോളൂ. അപ്പൊ അതാണ് അതിന്റെ സത്യം എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ദേവിയുടെ ആ കടാക്ഷം എല്ലാ നല്ലവർക്കും ആ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി ആരൊക്കെയാ വന്നിട്ടില്ലേ നോക്കാം കേട്ടോ. അപ്പൊ എന്നോട് ഇനി വേറൊരു കാര്യം എനിക്ക് പറയല. എന്നോട് കുറച്ച് നാൾ ഇവിടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് മുമ്പേ എന്നോട് കുറച്ച് പേരൊക്കെ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇതിന് മുമ്പേ ഈ ലൈവില് മുമ്പ് ഞാൻ വന്ന സമയത്ത് തന്നെ ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി എനിക്ക് പ്രണയിനിയെ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സൗന്ദര്യലഹരി വായിച്ചു നോക്കൂ, തീർച്ചയായും കിട്ടും. വാങ്ങി വായിച്ചു നോക്കൂ കേട്ടോ. അപ്പൊ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് അങ്ങനെ കിട്ടുന്ന വെച്ചാൽ അത് ദുരുപയോഗത്തിന് വേണ്ടിയിട്ടാവരുത്. നല്ല കാര്യം ചിന്തിച്ചുകൊണ്ട്, നേർവഴിക്ക് ചിന്തിച്ചുകൊണ്ട് മാത്രം ചെയ്യാന്നുള്ളതാണ്. നേർവഴിക്ക് ചിന്തിച്ചുകൊണ്ട് ചെയ്താൽ മാത്രമേ അതിന്റെ ഫലം ലഭിക്കുകയുള്ളൂ, അങ്ങനെ ഒരു കുട്ടിയെ കിട്ടുകയുള്ളൂ എന്നുള്ളതേ ഉള്ളൂ അതിന്റെ സത്യം എന്ന് പറയുന്നത്. ഇതൊക്കെ സത്യമുള്ള പുസ്തകങ്ങളാണ്, ഇതൊക്കെ സത്യമുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വേറൊരു ചിന്ത വെച്ചുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിതാക്കിയാൽ അത് നെഗറ്റീവ്സ് ആയിട്ടേ വരത്തുള്ളൂ. പക്ഷേ നമ്മൾ മനസ്സിൽ നല്ല ചിന്ത വെച്ചുകൊണ്ട് നല്ലൊരു ഇതിന് വേണ്ടിയിട്ട്, നല്ലൊരു പർപ്പസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ലൊരു പ്രണയിനിയെ കിട്ടി വിവാഹം നടക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു പർപ്പസിന് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ദേവി തീർച്ചയായിട്ടും ആ ഒരു ഫലം തരുന്നതായിരിക്കും. നമുക്ക് നോക്കാം കേട്ടോ ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളത്. ലക്ഷ്മി സിദ്ധാർത്ഥ്, നിഖിൽ തൻ മണിലാൽ, ബിജേഷ് അമ്രു, അജ്മിൻ മലയാളി, ബിപിൻ കൃഷ്ണ, കുമാർ, കങ്കണോ, സജി, അക്ഷര അശ്വന്ത്, ബിനു, അരുൺ, അമ്മു, സിൻഡേ ദ്യുതി, നെടുവേലി, അനന്തപ്രകാശ്, മദൻദാസ്, മിസ്റ്റർ പെർഫെക്റ്റ്, ജോൺ. ഹരേ കൃഷ്ണ. ഹരിത അനു, ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീരാം.